വീഡിയോ ഓൺ ചെയ്ത് വയ്ക്കുന്നവരോട് പ്രത്യേക സ്നേഹം, നന്ദി. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഉച്ചയ്ക്ക് സൊമാറ്റോ വഴി ഞാനൊരു മട്ടൻ ബിരിയാണി ഓർഡർ ചെയ്തിരുന്നു. നല്ല രുചികരമായ മട്ടൻ ബിരിയാണി. സൊമാറ്റോയുടെ ദൂതൻ ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത സ്ഥലത്ത് വന്ന് നിന്നിട്ട് പൊതി ഇങ്ങോട്ട് നിന്നിട്ട് അങ്ങോട്ടേക്ക് 350 രൂപ വാങ്ങിച്ചു. അന്ന് ഞാൻ കൊടുത്ത 350 രൂപയേക്കാൾ 50 രൂപ കുറവാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്ന പുസ്തകത്തിൻ്റെ മൂല്യം. ഹാപ്പിനെസ് ടു ലീവ് ബൈ, റിട്ടൺ ബൈ സിഗ് സിഗ്ലർ. ഗൂഗിളിൽ നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഉദ്ധരണികൾ, കൊട്ടേഷൻസ് ഒക്കെ പരതുമ്പോൾ പെട്ടെന്ന് നമ്മുടെ നയനങ്ങളുടെ മുമ്പിലേക്ക് ഓടി വരുന്ന ഒരു വ്യക്തിയാണ് സിഗ് സിഗ്ലർ. സന്തോഷം നമ്മളെപ്പോഴും തിരയുന്ന ഒരവസ്ഥയാണ്. ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത ഒരു വാക്യം പലരും മറന്നുപോയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. ലോക ടൂറിസത്തിൻ്റെ ഭൂപടത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളെ ബഹുദൂരം പിന്നിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമുണ്ട്, ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഭൂട്ടാൻ. അവരുടെ ടൂറിസം പ്രൊമോഷന് വേണ്ടി അവർ ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു വാക്യമാണ് ഹാപ്പിനെസ് ഈസ് എ പ്ലേസ്. എന്ന് വെച്ചാൽ അതിനർത്ഥം സന്തോഷം ഒരു സ്ഥലമാണ്. സ്വിറ്റ്സർലൻഡ് ഒരു സ്ഥലമാണ്, മനോഹരമായ സ്ഥലമാണ് എന്നൊരാൾ നമ്മളോട് പറഞ്ഞാൽ സ്വിറ്റ്സർലൻഡ് ആസ്വദിക്കണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സ്വിറ്റ്സർലൻഡിൻ്റെ വീഡിയോ കണ്ടാൽ പോരാ, സ്വിറ്റ്സർലൻഡിൽ താമസിച്ച ഒരാളോട് ഇത്തിരി നേരം സംസാരിച്ചിരുന്നാൽ പോരാ, ഗ്ലോബ് തിരിച്ച് സ്വിറ്റ്സർലൻഡിൻ്റെ ആ പ്രദേശം ഒന്ന് തൊട്ട് തടവി നോക്കിയാൽ പോരാ, സ്വിറ്റ്സർലൻഡിൽ പോകണം. അതുപോലെ ഹാപ്പിനെസ് വേണമെങ്കിൽ അത് നമ്മൾ തന്നെ തേടി പിടിക്കണം. ഹാപ്പിനെസ് ഈസ് എ പ്ലേസ്. അങ്ങനെ നമ്മളിനി കേൾക്കാൻ പോകുന്ന ഈ കാര്യങ്ങളെല്ലാം സന്തോഷം നേടാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന 100 ലേഖനങ്ങളുടെ സമാഹാരമാണ് ഹാപ്പിനെസ് ടു ലീവ് ബൈ. അച്ചാറ് പോലെ ഇത്തിരി വിളമ്പുന്നതായിരിക്കും. ബാക്കി പുസ്തകം നേരിട്ട് വാങ്ങിച്ച് ആസ്വദിക്കണം. എന്നെ ഒരുപാട് ആകർഷിച്ച ഒരു വാക്യം, അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ സിഗ് സാഗ്ലർ ഈ പുസ്തകത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുന്ന ഒരിടത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഡിപ്രഷൻ്റെ വിപരീത പദം സന്തോഷം അല്ല എന്ന്. നമ്മൾ പലയിടത്തും പഠിച്ചിട്ടുള്ളത് ഡിപ്രഷൻ്റെ വിപരീത പദം ഹാപ്പിനെസ് ആണ് എന്നാണ്. അവൻ ഡിപ്രസ്ഡ് ആണ്, പക്ഷെ ഞാൻ ഹാപ്പിയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, എൻ്റെ അച്ഛനേക്കാളും എൻ്റെ ഡാഡിയേക്കാളും കൂടുതൽ സന്തോഷം അനുഭവിച്ച ഒരു മനുഷ്യനെ ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടില്ല. എന്തുകൊണ്ട് എന്ന് സ്വയം ചോദിച്ചതിന് ശേഷം സിഗ്ലർ നമ്മളോട് അതിൻ്റെ മറുപടി പറയുന്നു, എൻ്റെ പിതാവിന് ജീവിക്കാനുള്ള ഒരു പർപ്പസ് ഉണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഡിപ്രഷൻ്റെ വിപരീത പദം ഹാപ്പിനെസ് അല്ല, പർപ്പസ് ആണ്. ഹാപ്പിനെസ് ഈസ് ദ ബൈ പ്രോഡക്റ്റ് ഓഫ് പെർസ്യൂയിങ് പർപ്പസ് എന്ന വിഖ്യാതമായ വാക്യം ഇവിടെയാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഞാൻ ജീവിക്കുന്നതിനൊരു പർപ്പസ് ഉണ്ടെങ്കിൽ, ആ പർപ്പസിനെ ഞാൻ പിന്തുടരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉപോൽപ്പന്നമായി സംഭവിക്കുന്നതാണ് സന്തോഷം. നമ്മൾ വൈകുന്നേരം ഓഫീസൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ പൂർത്തിയാക്കി വീട്ടിൽ വന്ന് കയറുന്നതിന് ഒരു പർപ്പസും ഇല്ല. അതുകൊണ്ടാണ് നമ്മുടെ മുഖം ഗേറ്റ് തുറന്നകത്ത് കയറുമ്പോൾ ഒരുമാതിരിയായി മാറുന്നത്. പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് ഓഫീസിൽ ചെന്ന് കയറുമ്പോഴും ഒരു പർപ്പസും ഇല്ല. അതുകൊണ്ട് അപ്പോഴും ഒരു ഓഞ്ഞ മോന്തയോടുകൂടി നമ്മൾ കയറിപ്പോകുന്നു.
കുറച്ചുകൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ട്രൂ ഹാപ്പിനെസ് എന്ന് പറയുന്നത് വസ്തുക്കളിലോ സാഹചര്യങ്ങളിലോ കണ്ടുപിടിക്കാൻ പറ്റുന്നതല്ല. ട്രൂ ഹാപ്പിനെസ് ഈസ് ഫൗണ്ട്. അദ്ദേഹത്തിന്റെ ചില വാക്യങ്ങൾ മൊഴിമാറ്റം നടത്തിയാൽ ഭംഗി ചോർന്നു പോകുമോ എന്ന് ഭയമുള്ളത് കൊണ്ടാണ് അതേപടി ഉദ്ധരിക്കുന്നത്. ട്രൂ ഹാപ്പിനെസ് ഈസ് ഫൗണ്ട് along the road of life. നമ്മൾ മുന്നോട്ട് നീങ്ങുന്ന ജീവിതമാകുന്ന പാതയിൽ നമ്മൾ ശരിക്കുള്ള സന്തോഷം കണ്ടെത്തും. ഒരു യാത്രയാണെന്ന് സങ്കല്പിക്കുക. നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ എവിടെയെങ്കിലും വെച്ച് നമ്മൾ ഈ യഥാർത്ഥ സന്തോഷം കണ്ടെത്തും. എപ്പോ? when you make a difference in someone else's life. ഏതെങ്കിലും ഒരാളുടെ ജീവിതത്തിൽ ഒരു ഡിഫറൻസ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ യഥാർത്ഥത്തിലുള്ള സന്തോഷം കണ്ടെത്തും. സത്യമല്ലേ? ട്രൂ ഹാപ്പിനെസ് ഇസ് നോട്ട് ഫൗണ്ട് ഇൻ തിങ്സ്. വസ്തുക്കളിലല്ല. വസ്തുക്കളായിരുന്നെങ്കിൽ നമ്മുടെ അടുക്കളയിൽ നമ്മൾ എന്നോ വാങ്ങിവെച്ച ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഇന്നും നമ്മളെ കോരിത്തെരിപ്പിക്കുമായിരുന്നു, അല്ലല്ലോ? നമ്മളെന്നോ ഒരിക്കൽ ആ ഫ്രിഡ്ജിനെ ഇറക്കിയത് ഓർമ്മയുണ്ടോ? ഒരു പെട്ടിയാട്ടോയിൽ നിന്ന് ഇറക്കിയത്. നമ്മൾ തടവി നോക്കി. നമ്മൾ അതിൽ നിന്നും ആദ്യമായിട്ട് ഐസ് ക്യൂബൊക്കെ വന്നപ്പോൾ നമ്മൾ ഓൺ ദ റോക്സ് ഒക്കെ ഓർമ്മയില്ലേ? എന്തൊരു സന്തോഷമായിരുന്നു ആ ഫ്രിഡ്ജ് വന്ന് ഇറങ്ങിയ ദിവസം. ഇന്നോ തൂക്കി വയ്ക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. ട്രൂ ഹാപ്പിനെസ് ഇസ് നോട്ട് ഫൗണ്ട് ഇൻ തിങ്സ്. അന്ന് പണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ 11 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആ മുഹൂർത്തത്തിൽ താലി കെട്ടിയപ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു. ആ സാഹചര്യത്തിൽ, ആ സർക്കംസ്റ്റൻസിൽ നമ്മൾ ഓടി നടന്നില്ല. അവരോടും ചോദിച്ചു, ഉണ്ടായിരുന്നോ? സദ്യ കഴിച്ചായിരുന്നോ? പായസം എങ്ങനെയുണ്ട്? എന്തെല്ലാം ചോദിച്ചു. ഇന്നോ? നീ ചിലപ്പോൾ ഉച്ചയ്ക്ക് നമ്മുടെ ജീവിത പങ്കാളി ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല, നമ്മൾ അറിഞ്ഞിട്ട് പോലുമില്ല. ട്രൂ ഹാപ്പിനെസ് ഈസ് നോട്ട് ഫൗണ്ട് ഇൻ തിങ്സ് ഓർ ഇൻ സർക്കംസ്റ്റൻസസ്. ട്രൂ ഹാപ്പിനെസ് ഈസ് ഫൗണ്ട് along the road of life. നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ യഥാർത്ഥ സന്തോഷം നമ്മൾ കണ്ടെത്തും മറ്റൊരാളുടെ ജീവിതത്തിൽ നമ്മൾ വ്യത്യാസം ഉണ്ടാക്കുമ്പോൾ. ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഇദ്ദേഹം നമ്മളെ കൈ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, നമ്മൾ മലയാളികൾക്ക് വലിയൊരു തിരിച്ചറിവാകുന്ന ഒരു വാക്യമായിരിക്കും അത്. കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവൂ എന്ന് പഠിച്ച് വച്ചിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. പക്ഷെ അദ്ദേഹം പറയുന്നു, ലെറ്റ് യുവർ റീച്ച് എക്സീഡ് യുവർ ഗ്രാസ്പ്. നമുക്ക് എത്തിപ്പിടിക്കാവുന്നതിനേക്കാളും അപ്പുറം നമ്മുടെ ലക്ഷ്യവും സ്വപ്നവും ഉണ്ടാകണം. നമുക്ക് എത്തിപ്പിടിക്കാവുന്നതിനേക്കാളും ഉയരത്തിൽ സ്വപ്നം കാണണം. സിക്സ് സിഗ്ലർ അദ്ദേഹത്തിന് പരിചയമുള്ള ഒരു എക്കണോമിക്സ് പ്രൊഫസർ നടത്തിയൊരു പരീക്ഷണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലത്ത് അടുത്തുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ ഈ എക്കണോമിക്സ് പ്രൊഫസർ ഒരു പരീക്ഷണം നടത്തി. അദ്ദേഹം ആ ക്ലാസ്സിലെ കുട്ടികളെ 3 ഗ്രൂപ്പായിട്ട് തിരിച്ചു. ഓരോ ഗ്രൂപ്പിനും ഓരോ സെറ്റ് ചോദ്യങ്ങൾ. കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു സെറ്റ് ചൂസ് ചെയ്യാം. 3 സെറ്റ് നിങ്ങൾക്ക് നൽകും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സെറ്റ് ചൂസ് ചെയ്യാം. ഒന്നാമത്തെ വിഭാഗത്തിലെ ചോദ്യങ്ങളായിരുന്നു ഏറ്റവും ദുഷ്കരം, ബുദ്ധിമുട്ടുള്ളത്. അതിന് 50 പോയിന്റ് എന്ന് അധ്യാപകൻ പറഞ്ഞു. രണ്ടാമത്തെ വിഭാഗത്തിലെ ചോദ്യങ്ങൾ 40 പോയിന്റ് ഉള്ളത് അത്രയ്ക്ക് ദുഷ്കരമല്ല, അത്രയ്ക്ക് സങ്കീർണമല്ല. ഒന്നാമത്തേത് എ കാറ്റഗറി എന്നും രണ്ടാമത്തേത് ബി കാറ്റഗറി എന്നും നാമകരണം ചെയ്തു. മൂന്നാമത്തെ വിഭാഗത്തിലുള്ള ചോദ്യങ്ങൾ വളരെ എളുപ്പമുള്ളതായിരുന്നു, ആയാസരഹിതം. അവയ്ക്ക് 30 പോയിന്റ് നൽകി കാറ്റഗറി സി എന്ന് പേര് വിട്ടു. കുട്ടികളെല്ലാം ഉത്തരം എഴുതാൻ തുടങ്ങി. 1 മണിക്കൂറിന് ശേഷം ഉത്തരക്കടലാസുകൾ എക്കണോമിക്സ് പ്രൊഫസർ വാങ്ങി. അവർ എഴുതിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് ഈ പ്രൊഫസർ പരിശോധിച്ചതേയില്ല. കുട്ടികൾക്ക് നമ്മുടെ റാംജി റാവുവിലെ കൊതുക് നാണപ്പം പറഞ്ഞ പോലെ കൺഫ്യൂസനായി. അവര്
അധ്യാപകനോട് ചോദിച്ചു, സാർ എങ്ങനെയാണ് ഈ ചോദ്യങ്ങളെ ഗ്രേഡ് ചെയ്യുന്നത്? അദ്ദേഹം ഒരു പുഞ്ചിരിയോടെ കുഞ്ഞുങ്ങളുടെ അടുക്കലേക്ക് ചാഞ്ഞിട്ട് പറഞ്ഞു, ഐ വാസ് നോട്ട് ടെസ്റ്റിംഗ് യുവർ നോളജ്. ഞാൻ നിങ്ങളുടെ അറിവ് പരിശോധിക്കുകയായിരുന്നില്ല. ഐ വാസ് ടെസ്റ്റിംഗ് യുവർ എയിം. നിങ്ങളുടെ ലക്ഷ്യം ഞാൻ പരിശോധിക്കുകയായിരുന്നു. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളാണ് എന്ന് പറഞ്ഞ് 50 പോയിന്റ് ഇട്ട് കൊടുത്ത ആ ആദ്യത്തെ കാറ്റഗറി ഉണ്ടല്ലോ, ആ ചോദ്യങ്ങൾ ഒരു പൈതൽ പോലും, ഒരു തിരുവനന്തപുരം ഭാഷ പറഞ്ഞാൽ ഒരു പിള്ള പോലും വേണമെന്ന് പറഞ്ഞിരുന്നില്ല. ഈ സംഭവം പ്രൊഫസർ സിഗ്ഗിനോട് പങ്കുവച്ചപ്പോഴാണ് അദ്ദേഹം ഈ തിയറി പറഞ്ഞത്. എപ്പോഴും നമുക്ക് വളർച്ച ഉണ്ടാകണമെങ്കിൽ നമ്മളുടെ റീച്ച്, നമ്മളുടെ സ്വപ്നം ഉദാത്തമാകണം. ലാങ്സ്റ്റൺ ഹ്യൂസ് എന്ന ചിന്തകൻ പണ്ടൊരിക്കൽ പറഞ്ഞു, ഇഫ് ഡ്രീംസ് ഡൈ. നമ്മൾ പലപ്പോഴും ഒരു 50-60 വയസ്സൊക്കെ ആകുമ്പോൾ സ്ഥിരം ചൊല്ലുന്നൊരു വാക്യമുണ്ട്, ഇനി എനിക്ക് സ്വപ്നങ്ങളൊന്നുമില്ല, ഇനി പിള്ളേർക്ക് വേണ്ടി കുറച്ചു കാലം മുകളിലോട്ട് നോക്കിയിട്ട് പറയും, എന്തോന്ന്, നീ എത്ര കാലം അങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോയാൽ മതി. എന്നാൽ ഇത് കേട്ടിട്ട് ദൈവം മേഘങ്ങൾ വാതിൽ തുറന്ന് മോനെ വരുമെന്നൊന്ന് വിളിച്ചു നോക്കും. ഇന്ന് വരില്ല എന്ന് പറഞ്ഞ് നമ്മൾ കൊതറി ഓടും, വിള വഴി ഇറങ്ങി ഓടുകയും ചെയ്യും. എന്നാലും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും, എനിക്ക് വലിയ സ്വപ്നങ്ങളൊന്നും ഇല്ല എന്ന്. ലാങ്സ്റ്റൺ ഹ്യൂസ് പറയുന്നുണ്ട്, ഇഫ് ഡ്രീംസ് ഡൈ, നമുക്ക് സ്വപ്നങ്ങൾ മരിച്ചു പോവുകയാണെങ്കിൽ, ദെൻ ലൈഫ് ഈസ് ലൈക്ക്, പിന്നെ ജീവിതം എന്ന് പറഞ്ഞാൽ ലൈക്ക് എ ബ്രോക്കൺ വിങ്ഡ് ബേർഡ് ദാറ്റ് കനോട്ട് ഫ്ലൈ. ചിറകുകളൊക്കെ ഒടിഞ്ഞ് പറക്കാൻ വയ്യാത്ത ഒരു പക്ഷിയെ പോലെയാകും നമ്മുടെ ജീവിതം. ഇപ്പൊ നമുക്ക് 90 വയസ്സായിക്കോട്ടെ, പട്ടായെ പോകണമെന്ന് സ്വപ്നം വേണം. ഇഫ് ഡ്രീംസ് ഡൈ, സ്വപ്നങ്ങൾ മരിക്കുകയാണെങ്കിൽ, then life is like a broken winged bird that cannot fly. മനോഹരമായ ഒരു ചോദ്യമാണ്. ഹെലൻ കെല്ലറിനോട് ഒരിക്കൽ ചോദിച്ചു, കണ്ണു കാണാത്ത ബധിരയായ ഹെലൻ കെല്ലറിനോട് ചോദിച്ചു, ബ്ലൈൻഡ്നെസ്സിനേക്കാളും ഗതികെട്ട അവസ്ഥ എന്താണ് ഹെലൻ? വാട്ട് വുഡ് ബി വേഴ്സ് ദാൻ ബീയിങ് ബ്ലൈൻഡ്? ഈ ബ്ലൈൻഡ്നെസ്സിനേക്കാളും വളരെ മോശമായ ഒരു അവസ്ഥ എന്താണ്? ഹെലൻ ഇത്തിരി പോലും ആലോചിക്കാതെ പറഞ്ഞു, 20/20 എന്ന ഐസൈറ്റ് ഉണ്ടായിരിക്കുകയും, നമ്മൾ കണ്ണ് ചെക്ക് ചെയ്യുന്ന ആശുപത്രിയിലൊക്കെ പോവുകയാണെങ്കിൽ പെർഫെക്റ്റ് ഐസൈറ്റ് എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും, 20/20 ആണ്. ഹെലൻ കെല്ലർ പറഞ്ഞു, ഏറ്റവും ഗതികെട്ട അവസ്ഥ എന്ന് പറയുന്നത് 20/20 എന്ന ഐസൈറ്റ് ഉണ്ടായിരിക്കുകയും ഒരു കാഴ്ചപ്പാട് ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നതാണ്. നമ്മൾ പറയാറില്ലേ, എൻ്റെ ഐസൈറ്റ് പെർഫെക്റ്റ് ആണ്, ഞാൻ കണ്ണാടിയൊന്നും വെക്കാറേ ഇല്ല. നിന്റെ വിഷൻ എന്തെന്ന് ചോദിച്ചാൽ ഉണ്ണണം, ഉറങ്ങണം. വാക്യം ഇതാണ് കേട്ടോ. ഇറ്റ് വുഡ് ബി വേഴ്സ് ടു ഹാവ് 20/20 ഐസൈറ്റ് ആൻഡ് നോ വിഷൻ. 20/20 ഐസൈറ്റ് ഉണ്ട്, പക്ഷേ ഒരു സ്വപ്നവും ഒരു കാഴ്ചപ്പാടും ജീവിതത്തിലില്ല. ഇതാണ് ഏറ്റവും മോശം. എതിനേക്കാളും ദാൻ ടു ബി ബ്ലൈൻഡ് ബട്ട് ഹാവ് ദാറ്റ് വിഷൻ. കണ്ണ് കാണാനാകുന്നില്ല, പക്ഷേ സ്വപ്നങ്ങളുണ്ട്, കാഴ്ചപ്പാടുണ്ട്. അതിനേക്കാളും കെട്ട അവസ്ഥയാണ് പെർഫെക്റ്റ് ഐസൈറ്റ് ഉണ്ടെന്ന് പറയുകയും സ്വപ്നങ്ങൾ ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നു. പ്രായമേറെ ആയപ്പോൾ ലോകപ്രശസ്തനായ ആൽബർട്ട് ഷ്വൈറ്റ്സറിനോട് ചോദിച്ചു, ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു ആൽബർട്ട്? ആ മെഡിക്കൽ മിഷണറി, ലോകം ഒരിക്കലും മറക്കാത്ത ആൽബർട്ട് ഷ്വൈറ്റ്സർ പറഞ്ഞു, എൻ്റെ കാഴ്ചയൊക്കെ മങ്ങിത്തുടങ്ങി, പക്ഷേ എൻ്റെ വിഷൻ നല്ല വ്യക്തമാണ്. മൈ ഐസൈറ്റ് ഈസ് ഡിം ബട്ട് മൈ വിഷൻ ഈസ് ക്ലിയർ.
അപ്പോൾ നമ്മൾ ചോദിക്കും, സ്വപ്നം കാണാൻ വയ്യാത്ത, വലിയ സ്വപ്നങ്ങളൊന്നും കാണാൻ വയ്യാത്ത അവസ്ഥയിലാണ് ഞാൻ. എൻ്റെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ്? ഒരുപാട് പരാധീനതകളുണ്ട്. അപ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിലോ എൻ്റെ ജീവിതത്തിലോ ഒരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ എന്ന് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ അവർക്ക് സിഗ് സിഗ്ലർ പറഞ്ഞു കൊടുക്കുന്ന ഒരു വാക്യം പറഞ്ഞത് അനിത റോഡിക്കാണ്. അനിത റോഡിക്ക് പറഞ്ഞു, ഈ ലോകത്ത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ, സ്വന്തം ജീവിതത്തിൽ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു കൊതുകിനോടൊപ്പം ഉറങ്ങാൻ പോകുന്നത് ആലോചിച്ചാൽ മതി. മനസ്സിലായെന്ന് കരുതുന്നു. ഇഫ് യു തിങ്ക് യു ആർ ടൂ സ്മോൾ ടു ഹാവ് ആൻ ഇമ്പാക്ട്, ട്രൈ ഗോയിങ് ടു ബെഡ് വിത്ത് എ മസ്കിറ്റോ. നമ്മൾ ആരെങ്കിലും ഒരാൾ കൊതുകിനോടൊപ്പം ഉറങ്ങുമോ? ഇല്ല. 85 കിലോ വെയിറ്റുള്ള നമ്മളെ ഇത്തിരി പോകുന്നൊരു കൊതുക് എന്ത് അസ്വസ്ഥമാക്കുമെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ എഴുന്നേറ്റ് മറ്റേ ബാറ്റ് എടുത്ത് പിടിക്കും, തിരി കത്തിച്ച് വയ്ക്കും, എന്നിട്ടും ഈ കൊതുക് നമ്മുടെ ചെവിക്കകത്ത് വന്ന് ഇങ്ങനെ എന്തതിശയമേ എന്ന് പാട്ട് പാടുമ്പോൾ നമ്മൾ എന്തുമാത്രം അസ്വസ്ഥനാവും. അപ്പോൾ ഇത്തിരി പോകുന്ന ഒരു കൊതുകിന് പോലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് വലിയ വിഷൻ വച്ചു പുലർത്താം. സിഗ് സിഗ്ലർ ചോദിക്കുന്നു, വലിയ വിഷൻ വേണം, അല്ലെങ്കിൽ സ്വർഗം എന്തിനാണ് മുകളിലായത്? വാട്ട് ഈസ് ഹെവൻ ഫോർ? സ്വർഗം ഇത്രയും മുകളിലായത് മനുഷ്യനെ ഒരു സത്യം ഓർമ്മിപ്പിക്കാനാണ്. അത്രയ്ക്ക് വലിയ, ആകാശത്തോളം വലിയ വിഷൻ, കാഴ്ചപ്പാട്, സ്വപ്നം വേണം എന്ന് തോന്നിപ്പിക്കാനാണ് സ്വർഗം ഇത്ര ഉയരത്തിലായത്. മറ്റൊരു അധ്യായത്തിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന തലക്കെട്ട് ബി ഗ്രേറ്റ്ഫുൾ ഫോർ യുവർ പ്രോബ്ലംസ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ പല തലക്കെട്ടുകളും വളരെ പാരഡോക്സ് ആണ്. കേൾക്കുമ്പോൾ നമുക്ക് ദഹിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള വാക്യങ്ങളാണ് നമ്മൾ പാരഡോക്സ് എന്ന് പറയുന്നത്. പക്ഷെ ആഴത്തിൽ ആലോചിക്കുമ്പോൾ അതിൻ്റെ പൊരുൾ നമ്മൾ തിരിച്ചറിയുകയും ചെയ്യും. ബി ഗ്രേറ്റ്ഫുൾ ഫോർ യുവർ പ്രോബ്ലംസ്. പ്രശ്നം വരുമ്പോൾ നന്ദിയുള്ളവരായിരിക്കുക. ഒരിക്കലും പ്രശ്നം വരുമ്പോൾ നമുക്ക് നന്ദി പറയാൻ തോന്നാറില്ല. സിഗ് സിഗ്ലർ ചോദിക്കുന്നു, നമ്മളുടെ തൊഴിലിടത്തിൽ ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ നിങ്ങളുടെ അത്ര കഴിവുള്ളവരെ ആയിരിക്കില്ല എംപ്ലോയർ അവിടെ പോസ്റ്റ് ചെയ്യുക. ഒരു പ്രശ്നവും ഇല്ല എങ്കിൽ, ഇഫ് there were no problems on your job, നിങ്ങളുടെ തൊഴിലിടത്തിൽ ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ നിങ്ങളെക്കാളും കഴിവില്ലാത്ത ഒരാളെ പോസ്റ്റ് ചെയ്യും. പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ ആ പ്രശ്നങ്ങൾ നമ്മളെ കൂടുതൽ കേപ്പബിൾ ആക്കും. ബോക്സിങ്ങിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ബോക്സറാണ് ജീൻ ട്യൂണി. നമ്മുടെ മൈക്ക് ടൈസണും ഒക്കെ വരുന്നതിന് മുമ്പ് ജീൻ ട്യൂണിയാണ് ഏറ്റവും പ്രശസ്തനായ ബോക്സർ. ഇദ്ദേഹത്തിൻ്റെ 2 കൈകളും ഒരു അപകടത്തിൽ പൊട്ടി. അദ്ദേഹത്തിൻ്റെ മാനേജരും ആരാധകരും ബോക്സിങ്ങിനെ ആരാധിക്കുന്ന എല്ലാ പേരും ഇയാൾ ഒരിക്കലും പിന്നീട് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആകില്ലെന്ന് ഉറപ്പിച്ചു. പക്ഷേ ട്യൂണി ഉറച്ച തീരുമാനമെടുത്തു, ഞാൻ ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആകും. ഈ 2 കൈയും പൊട്ടിയതിന് ശേഷമുള്ള ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിലാണ് ഏറ്റവും തോൽപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ജാക്ക് ഡംസെ എന്ന് പറയുന്ന ബോക്സറെ ഇദ്ദേഹം തോൽപ്പിച്ചത്. പത്രലേഖകർ ഇദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയാണ് 2 കൈകളും പൊട്ടിയ താങ്കൾ ബോക്സിംഗ് റിംഗിലേക്ക് തിരിച്ചു വന്നത്? അപ്പം അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ഒബ്സ്റ്റക്കിൾ, തടസ്സം ഉണ്ടാകുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ ഞാൻ ആദ്യം ഒരു വളിച്ച ചിരി അങ്ങ് ചിരിക്കും. ചിരിച്ചിട്ട് ഞാൻ എന്നോട് തന്നെ പറയും, ഹിയർ ഈസ് മൈ ചാൻസ് ടു ഗ്രോ. ഇതാ വളരാനുള്ള എൻ്റെ ഒരു അവസരം. 2 കൈയും ഒടിഞ്ഞ്
അവിടെ കിടന്നപ്പോൾ ഞാൻ എന്നോട് പലതവണ പറഞ്ഞു, ഇതാ ജാക്ക് ഡെംസയെ തോൽപ്പിക്കാനൊരു അവസരം. ഞാൻ ചിന്തിക്കുന്നതിനേക്കാളും വേഗത്തിൽ എൻ്റെ എല്ലൊക്കെ ഊറി ഉറച്ച്, പിന്നെ എൻ്റെ പഞ്ചൊക്കെ എന്ന് പറഞ്ഞാൽ പഴയതിനേക്കാളും ഗും ഗും പഞ്ച്. നമുക്ക് മറക്കണ്ട, ഹിയർ ഈസ് മൈ ചാൻസ് ടു ഗ്രോ. എപ്പോഴൊക്കെ ഒരു തടസ്സം നമ്മെ നോക്കി തുറിച്ചു നോക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ പറയാം, ഹിയർ ഈസ് മൈ ചാൻസ് ടു ഗ്രോ. ദോസ് ഇൻസ്റ്റന്റ് സക്സസസ്, മനോഹരമായ ഒരു അധ്യായമാണ്. ദോസ് ഇൻസ്റ്റന്റ് സക്സസസ്. നമുക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വലിയ വിജയം കാണുമ്പോൾ നമ്മൾ പലപ്പോഴും ആദ്യം വരുന്നത് അവരോട് അസൂയയാണ്. ശരിയല്ലേ? നമ്മളുടെ നാട്ടിലുള്ള ഒരാൾ പെട്ടെന്ന് ഒരു വിജയം ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആദ്യം വരുന്ന ഇമോഷൻ, നമ്മൾ അഭിനന്ദിക്കുകയും കൈ കൊടുക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം വരുന്നത് ഒരു അസൂയ. സിക്സ് സിഗ്ലർ കറക്റ്റായിട്ട് പറയുന്നു. പക്ഷെ ഈ അസൂയൊന്നും നമ്മൾ പുറത്ത് കാണിക്കത്തില്ല, നല്ല വെടിപ്പായിട്ട് മൂടി വയ്ക്കും. 1979 ജെറി സ്പീസ് എന്ന് പറയുന്ന വ്യക്തി അത്ഭുതകരമായ ഒരു കാര്യം നിർവഹിച്ചു. 10 അടി നീളമുള്ള ഒരു ബോട്ടിൽ അദ്ദേഹം 54 ദിവസം കൊണ്ട് അറ്റ്ലാന്റിക് സമുദ്രം താണ്ടി. ലോകം മുഴുവൻ അസൂയയോടെ നോക്കി. ഇവിടെയാണ് സിഗ് സിഗ്ലർ നമ്മളോട് പറയുന്നത്, പെട്ടെന്ന് നമുക്ക് ജെറി സ്പീസിന്റെ ഈ നേട്ടത്തെ ഇൻസ്റ്റന്റ് സക്സസ് എന്ന് തോന്നും. സിഗ്ലർ പറയുന്നു, ഇതൊരു ഇൻസ്റ്റന്റ് സക്സസ് അല്ല. വിജയം നേടുന്ന ഒരു വ്യക്തിയുടെയും വിജയം ഇൻസ്റ്റന്റ് സക്സസ് അല്ല. എന്താണ് യഥാർത്ഥ കഥ? ജെറി സ്പീസ് വർക്ക് ചെയ്തു, പ്ലാൻ ചെയ്തു, സാക്രിഫൈസ് ചെയ്തു, അറ്റ്ലാന്റിക് സമുദ്രത്തെക്കുറിച്ച് പഠിച്ചു 3 വർഷത്തോളം. ബോട്ട് ഉണ്ടാക്കാൻ തന്നെ നാളുകളെടുത്തു. ഓരോ ദിവസവും ഉറക്കമിളച്ച് അദ്ദേഹം പ്രവർത്തിച്ചു. നമുക്കാർക്കും ഇങ്ങനെ ചെയ്യുന്നതിൽ താല്പര്യമില്ല. നമുക്ക് നോട്ടം മൊത്തം ഇൻസ്റ്റന്റ് സക്സസ് ആണ്. നേരെ മറിച്ച് സിഗ്നിഫിക്കൻ്റ് ആയ ഒരു നേട്ടം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, ഇതാണ് പറയുന്നത്, സിഗ്നിഫിക്കൻ്റ് ആയ ഒരു നേട്ടം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ലോങ് അവേഴ്സ് ഓഫ് പ്ലാനിങ് ആൻഡ് ഡെഡിക്കേഷൻ ആർ നെസസറി. തോൽക്കാൻ 2 വഴികളുണ്ട് എന്ന് സിഗ് നമ്മളെ പഠിപ്പിക്കുന്നു. ഉറപ്പുള്ള വഴികൾ. തോക്കണോ? there are 2 sure ways. ഒന്നാമത്തെ വഴി, തിങ്ക് ആൻഡ് നെവർ ഡു. ചിന്തിക്കുക, ഒരിക്കലും ചെയ്യാതിരിക്കുക. നമ്മളൊക്കെ അതിൽ ആ കൂടാരത്തിൽ കയറി ഇരിക്കാൻ പറ്റും. ഒടുക്കത്തെ ചിന്തയാണ്. നമ്മുടെ ചിന്തകളൊക്കെ ഒരു ബോർഡിൽ എഴുതി കൂട്ടിയാൽ ഐൻസ്റ്റീൻ പോലും പിന്നിലിരിക്കൂ. ഇതൊന്നും നമ്മൾ ചെയ്യത്തില്ല. 2 sure ways to fail. Think and never do. രണ്ടാമത്തെ എന്നറിയാമോ? ഡു ആൻഡ് നെവർ തിങ്ക്. ചെയ്യുക, ഒരിക്കലും ചിന്തിക്കാതിരിക്കുക. വെറുതെ ഇരിക്കുമ്പോൾ ഈ 2 വാക്യങ്ങളെ കുറിച്ച് ഒരുപാട് ആലോചിക്കണം. ഇത് പറഞ്ഞിട്ട് സിഗ് സിഗ്ലർ ഒരു അക്രോണിം നമ്മളെ പഠിപ്പിക്കുന്നു. KISS. കീപ് ഇറ്റ് സിമ്പിൾ. ജീവിതത്തിൽ ഹാപ്പിനെസ് ആർജിക്കാൻ വേണ്ടി അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു അബ്രിവേഷനാണ് KISS. കീപ് ഇറ്റ് സിമ്പിൾ.
1981 ബോസ്റ്റൺ മാരത്തോൺ ജയിച്ച സെക്കോയെ ചൂണ്ടിക്കാട്ടി പറയുന്നു, അദ്ദേഹത്തിൻ്റെ എല്ലാ അധ്യായങ്ങൾക്കും സിക്സ് സിഗ്ലർ പരിചയപ്പെട്ടവർ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞ സംഭവങ്ങളൊക്കെയാണ് ഇതിൻ്റെ അടിത്തറ ഓരോ അധ്യായത്തിൻ്റെയും. 1981 ഇദ്ദേഹത്തിന് പരിചയമുള്ള സെക്കോ ബോസ്റ്റൺ മാരത്തൺ ജയിച്ചു. ഈ ജയത്തെക്കുറിച്ച് ആൾക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, വളരെ സിമ്പിളാണ് മാരത്തോൺ ജയിക്കുക എന്ന് പറഞ്ഞു. സിമ്പിൾ. അദ്ദേഹമാണ് പറഞ്ഞു കൊടുത്തത്, കീപ്പ് ഇറ്റ് സിമ്പിൾ. മാരത്തോൺ ജയിക്കുന്നത് വളരെ എളുപ്പമാണ്. എങ്ങനെയാണെന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ രാവിലെ ഒരു 10 കിലോമീറ്റർ ഓടും, വൈകുന്നേരം ഒരു 20 കിലോമീറ്റർ ഓടും. ഇപ്പോൾ കേട്ടോണ്ടിരുന്ന എല്ലാവരും പറഞ്ഞു, അത്രയേ ഉള്ളൂ, ഇത് സിമ്പിൾ തന്നെ. അപ്പം അദ്ദേഹം ഒരു വാക്യം കൂടെ കൂട്ടിച്ചേർത്തു, പോകാൻ വരട്ടെ, ഇതാണ് സിമ്പിളായിട്ട് ചെയ്യും, രാവിലെ എങ്ങനെ വൈകുന്നേരം എങ്ങനെ. പക്ഷേ ഐ ഡു ഇറ്റ് എവറി സിംഗിൾ ഡേ. 365 ദിവസവും ഞാനിത് ചെയ്യും. 365 ദിവസവും ഞാനിത് ചെയ്യും. ഇതാണ് കിസ് എന്ന പ്രിൻസിപ്പിൾ. നമ്മൾ ഏതൊരു പ്രവൃത്തിയും ഇങ്ങനെ ഒന്ന് ചെയ്താൽ, ആലോചിച്ച് നോക്കൂ, ഞാൻ ഇന്ന് മുതൽ പുസ്തക വായന തുടങ്ങും, ഒരു പേജ് വായിക്കും. എന്ത് സിമ്പിളാണെന്ന് നോക്കിയേ, കിസ്സായ KS, കീപ്പ് ഇറ്റ് സിമ്പിൾ. പക്ഷെ 365 ദിവസവും വായിക്കും. നമ്മൾ അതിൽ അഗ്രഗണ്യരാകും. ഇത് എളുപ്പമാണ്, ഒന്ന് പരിശീലിച്ച് നോക്കാം. ഞാൻ ഇന്നു മുതൽ കണ്ടവനെ കുറ്റം പറയുന്നൊരു ശീലം ഉണ്ടാക്കിയെടുക്കും. ഇന്നൊരു 10 മിനിറ്റ് കുറ്റം പറയും. 365 ദിവസം ഒന്ന് പരിശീലിച്ച് നോക്കിയേ. നല്ല വെടിപ്പാർന്ന കുറ്റം പറച്ചിലുകാരനായിട്ട് വളരെ പെട്ടെന്ന് നമ്മൾ മാറും. നമ്മൾ കുറ്റം പറയുന്ന പോലെ വേറെ ആർക്കും ഇത്ര ഭംഗിയായി കുറ്റം പറയാൻ പറ്റില്ല. കിസ്, കീപ്പ് ഇറ്റ് സിമ്പിൾ. തിയറി മറക്കണ്ട, ഐ ഡു ഇറ്റ് എവറി സിംഗിൾ ഡേ. ഒന്നും താമസിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. ഇറ്റ് ഈസ് നെവർ ടു ലേറ്റ്. നമ്മൾ സ്ഥിരം പറയുന്ന വാക്യം നേരെ തിരിച്ചാണ്. ഒരു 10 വർഷം മുമ്പേയൊക്കെ ആയിരുന്നെങ്കിൽ നീ ഒരു ചെലവും നോക്കണ്ട, ഞാൻ നിന്നെ സ്വിറ്റ്സർലൻഡിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞ് നമ്മൾ പറയും, അയ്യോ മുട്ടുവേദന, ചിരട്ട മാറ്റി വെച്ചു. ഒരു 10 വർഷം മുമ്പായിരുന്നെങ്കിൽ. സിക്സ് സിഗ്ലർ പറയുന്നു, ഇറ്റ് ഈസ് നെവർ ടു ലേറ്റ്. അതിന് ദൃഷ്ടാന്തമായിട്ട് ഇദ്ദേഹം അവതരിപ്പിക്കുന്നത് മനോഹരമായ ഒരു സംഭവമാണ്. 1983 ഒരു മെയ് മാസം, ഹെലൻ ഹിൽ എന്ന് പറയുന്ന ഒരു അമ്മൂമ്മ എന്ന് പറയാൻ കാരണം 95 വയസ്സുണ്ടായിരുന്നു അമ്മൂമ്മയ്ക്ക്. ഈ 95-ാമത്തെ വയസ്സിൽ ഇവർ ഹൈസ്കൂൾ ഡിപ്ലോമ നേടിയെടുത്തു. എന്തുകൊണ്ട് വാർത്തയാണെന്ന് ചോദിച്ചാൽ, ഇവർ ഈ ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കിയത് 1907 എന്ന് വെച്ചാൽ 76 വർഷങ്ങൾക്ക് മുമ്പ്. 76 വർഷങ്ങൾക്ക് മുമ്പ് ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കിയ ഹെലൻ ഹിൽ 95-ാമത്തെ വയസ്സിൽ വേറൊരു കുട്ടി പരീക്ഷ എഴുതി പണ്ട് ഹൈസ്കൂളിൽ പഠിച്ച ഡിപ്ലോമ കരസ്ഥമാക്കി. ഈ സംഭവം ചൂണ്ടിക്കാണിച്ചിട്ട് സിക്സ് സിഗ്ലറോട് നമ്മളോട് പറയുന്നു, ഇതൊരുപാട് കോട്ടായിട്ട് മാറി. എ ഡിസപ്പോയിൻമെന്റ് ഓഫ് യെസ്റ്റർഡേ can turn into a delight for today. അപ്പോൾ പലർക്കും സംശയം വരും, അന്ന് ഈ അമ്മച്ചിക്ക് ഡിപ്ലോമ വാങ്ങിച്ചുകൂടായിരുന്നു എന്ന്. അന്ന് ഒരു ഡിപ്ലോമ പ്രിന്റ് ചെയ്യാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലായിരുന്നു ആ സ്ഥാപനത്തിന്. അത്രയ്ക്ക് കടമായിരുന്നു. ഓരോ വർഷവും പറയും സാമ്പത്തിക സ്ഥിതി മോശമാണ്, ഡിപ്ലോമ കൊടുക്കാനില്ല. പക്ഷേ ഇവർ 76 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ 95-ാമത്തെ വയസ്സിൽ മറ്റൊരു യോഗ്യതാ പരീക്ഷ എഴുതി ഈ ഹൈസ്കൂൾ ഡിപ്ലോമ കരസ്ഥമാക്കി. കാൾ കാർസനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, പ്രശസ്തനായ എഴുത്തുകാരനൊക്കെയാണ്. കാൾ കാർസൺ 64-ാമത്തെ വയസ്സിലാണ് തൻ്റെ ചെയ്തുകൊണ്ടിരുന്ന തൊഴിൽ ഉപേക്ഷിച്ച് പുതിയ തൊഴിലിലേക്ക് പോകുന്നത്. നമ്മൾ 60 എന്ന് പറയുന്നത്
എല്ലാറ്റിൽ നിന്നും വിരമിക്കാൻ എടുക്കുന്ന ഒരു പ്രായമാണ്. ഇദ്ദേഹത്തിന്റെ വാക്യം ഇതാണ്: ഇറ്റ് ഈസ് നെവർ ടു ലേറ്റ്. 3 കാര്യങ്ങൾക്ക്: ടു ഡ്രീം, ഇറ്റ് ഈസ് നെവർ ടു ലേറ്റ് ടു ലേൺ, ഇറ്റ് ഈസ് നെവർ ടു ലേറ്റ് ടു ചേഞ്ച്. ഒരിക്കൽ കൂടെ പറയാം: സ്വപ്നം കാണാനും പഠിക്കാനും മാറാനും താമസിച്ചിട്ടില്ല. ഇറ്റ് ഈസ് നെവർ ടു ലേറ്റ് ടു ഡ്രീം, ഇറ്റ് ഈസ് നെവർ ടു ലേറ്റ് ടു ലേൺ, ഇറ്റ് ഈസ് നെവർ ടു ലേറ്റ് ടു ചേഞ്ച്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് സിഗ് സാഗ്ലർ പതുക്കെ നമ്മളെ മറ്റൊരു നല്ലൊരു ആശയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിഗ് സിഗ്ലറിന്റെ പല വാക്യങ്ങളും വളരെ പുകഴ്പെറ്റ വാക്യങ്ങളായിട്ട്, കൊട്ടേഷൻസ് ആയിട്ട് മാറ്റി. അദ്ദേഹം പറയുന്നു, പ്രശ്നങ്ങൾ ക്ഷമയെ സൃഷ്ടിക്കുന്നു. പ്രോബ്ലംസ് പ്രൊഡ്യൂസ് പേഷ്യൻസ്, പേഷ്യൻസ് പ്രൊഡ്യൂസസ് പെർസിസ്റ്റൻസ്. വെല്ലുവിളികളെ സ്ഥിരതയോടെ നേരിടാനുള്ള കഴിവ് ഉണ്ടാക്കുന്നു ക്ഷമ. പ്രോബ്ലംസ് ക്ഷമയെ ഉണ്ടാക്കുന്നു, ക്ഷമ പെർസിസ്റ്റൻസിനെ ഉണ്ടാക്കുന്നു, പെർസിസ്റ്റൻസ് ക്യാരക്ടറിനെ ഉണ്ടാക്കുന്നു, ക്യാരക്ടർ പ്രതീക്ഷയെ ഉണ്ടാക്കുന്നു, ആൻഡ് ഹോപ്പ് പ്രൊഡ്യൂസസ് പവർ. പെർസിസ്റ്റൻസ് പ്രൊഡ്യൂസസ് പേഷ്യൻസ്, പേഷ്യൻസ് പ്രൊഡ്യൂസസ് പെർസിസ്റ്റൻസ്, പെർസിസ്റ്റൻസ് പ്രൊഡ്യൂസസ് ക്യാരക്ടർ, character produces hope, and hope produces power. ഇതിന് ഉദാഹരണമായിട്ട് സിഗ് സിഗ്ലർ പറയുന്നത് അമേരിക്കയിലെ പ്രശസ്തമായ മായോ ക്ലിനിക്കിനെ പറ്റിയാണ്. മായോ ക്ലിനിക്ക് വളരെ പ്രശസ്തമാണ്. ക്യാൻസറൊക്കെ വരുന്ന സമയത്ത് അവസാന ആശ്രയമായിട്ട് നമ്മൾ പലരും ഓടിച്ചിരുന്ന ഈ മായോ ക്ലിനിക്കിലാണ്. 1883 മിനസോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചുഴലിക്കാറ്റടിച്ച് ആ നാട് മൊത്തം നശിച്ച് ഒരുപാട് പേര് കഷ്ടപ്പെട്ടപ്പോൾ ആൽഫ്രഡ് മോയസ് എന്ന് പറയുന്ന ഒരു സിസ്റ്ററും കുറെ അസിസ്റ്റൻസും ചെന്ന് ഒരു കൊച്ചു കെട്ടിടത്തിൽ തുടങ്ങിയ ഒരു ആതുരാലയമാണ് പിന്നീട് മായോ ക്ലിനിക്കായിട്ട് മാറുന്നത്. സിഗ് സിഗ്ലർ പറയുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ഡിസാസ്റ്റർ ആഞ്ഞടിച്ചാൽ, ചുഴലിക്കാറ്റ് പോലെ ആഞ്ഞടിച്ചാൽ, നമ്മൾ ഒരൊറ്റ ചോദ്യമേ ചോദിച്ചുകൊണ്ടിരിക്കാവൂ: വാട്ട് ഗുഡ് can come out of it? ചുഴലിക്കാറ്റിൽ നിന്നും 1883 ചുഴലിക്കാറ്റിൽ നിന്നും വിശ്വപ്രസിദ്ധമായ മായോ ക്ലിനിക് ഉണ്ടായെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ടൊർണാഡോ അടിക്കുമ്പോഴും ഇതുപോലൊരു അത്ഭുതം ഉണ്ടാവും. അതിന് ഈ ചോദ്യം നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അദ്ദേഹത്തിന്റെ വാക്യം എങ്ങനെയാണ്? when disaster strikes like a tornado, ask what good can come out of it? ഇതിൽ നിന്നും എന്ത് നന്മയാണ് പുറത്തു വരാൻ പോകുന്നത്? എന്ത് നല്ല കാര്യങ്ങളാണ് പുറത്തു വരാൻ പോകുന്നത്? വളരെ പ്രസക്തമായ ചോദ്യമാണിത്. കാരണം ഓറിയോൺ സ്വെറ്റ് മാർഡൻ എന്ന് പറയുന്ന ഫിലോസഫറുടെ ഒരു കൊട്ടേഷൻ അദ്ദേഹം പറയുന്നുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ വിജയത്തിനെ അളക്കുന്നത് അയാൾ എന്ത് നേടി എന്ന് നോക്കിയിട്ടല്ല. ഒരു മനുഷ്യന്റെ വിജയത്തെ അളക്കുന്നത് അയാൾ എന്ത് നേടി എന്ന് നോക്കിയിട്ടല്ല. പിന്നെയോ അയാൾ എന്തുമാത്രം വെല്ലുവിളികൾ നേരിട്ടു എന്ന് നോക്കിയിട്ടാണ്. താൻ നേരിട്ട വെല്ലുവിളികളെ എന്തുമാത്രം ധൈര്യത്തോടെ അദ്ദേഹം അതിജീവിച്ചു എന്ന് നോക്കിയിട്ടാണ് അയാൾ സക്സസ്ഫുൾ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ആ വാക്യത്തിന്റെ ഒറിജിനൽ വെർഷൻ മനോഹരമാണ്. സക്സസ് ഈസ് നോട്ട് മെഷേർഡ് ബൈ വാട്ട് എ മാൻ അക്കംപ്ലിഷസ്. നമ്മളെപ്പോഴും ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സക്സസിനെ കാണുന്നത് ഈ നേട്ടങ്ങൾ വെച്ചിട്ടാണ്.
ഓറിസൺ സ്വെറ്റ് മാർഡൻ ഓർമ്മിപ്പിക്കുന്നു, സക്സസിനെ അളക്കേണ്ടത് നേട്ടങ്ങളിലൂടെ അല്ല, ബട്ട് ബൈ ദ ഒപ്പോസിഷൻ ഹി ഹാസ് എൻകൗണ്ടേർഡ്. ഒരു മനുഷ്യൻ ജീവിതത്തിൽ നേരിട്ട എൻകൗണ്ടർ ചെയ്ത എതിർപ്പുകൾ എന്തുമാത്രമാണ്, തീർന്നില്ല. ആൻഡ് ദ കറേജ് വിത്ത് വിച്ച് ഹി ഹാസ് മെയിൻറ്റെയിൻ ദ സ്ട്രഗിൾ. ഈ എതിർപ്പുകളെ എന്തുമാത്രം ധൈര്യത്തോടെ അദ്ദേഹം അതിജീവിച്ചു എന്നതിനെ നോക്കിയിട്ടാണ് ഇയാൾ വിജയിയാണോ ലോക തോൽവിയാണോ എന്ന് നോക്കേണ്ടതെന്ന് അഭിപ്രായപ്പെടുന്നു. മറ്റൊരു ശ്രദ്ധേയമായ അധ്യായമാണ് ഭയത്തെക്കുറിച്ച് സിക്സ് സിഗ്ലർ പറയുന്ന ഒരു ഭാഗമുണ്ട്. FEAR എന്ന വാക്കിനെ ഈ മനുഷ്യനാണ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തത്. എന്താണ് ഫിയർ എന്ന് ചോദിച്ചപ്പോൾ സിക്സ് സിഗ്ലർ പറഞ്ഞു അതൊരു അബ്രീവിയേഷൻ ആണ് എന്ന് പറഞ്ഞു. കേട്ടുകൊണ്ടിരുന്നവർ ഒന്ന് വികസിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫിയർ എന്ന് വെച്ചാൽ false evidence appearing real. തെറ്റായ തെളിവുകളെ യഥാർത്ഥം എന്ന് കാണുമ്പോഴാണ് ഭയം ഉണ്ടാകുന്നത്. false evidence appearing real. റീഡേഴ്സ് ഡൈജസ്റ്റ് നമ്പർ 1 ഫിയർ ആയിട്ട് ഒരിക്കൽ സർവേ നടത്തി കണ്ടുപിടിച്ചത് എന്താണെന്ന് അറിയാമോ? നമ്പർ 1 ഫിയർ എന്ന് റീഡേഴ്സ് ഡൈജസ്റ്റ് കണ്ടുപിടിച്ചത് ഒരു പ്രസംഗം നൽകുക എന്നുള്ളതാണ്. ഗീവിങ് എ സ്പീച്ച് ആണ് നമ്പർ 1 ഫിയർ. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച കോൺഫിഡൻസ് ബിൽഡറും കൂടിയാണ് പ്രസംഗിക്കുക എന്നുള്ളത്. ശരിയല്ലേ? ഇപ്പോൾ നമ്മൾ ഓണമൊക്കെ വരികയാണ്, നമ്മുടെ റെസിഡൻസ് അസോസിയേഷനിൽ ഒരു പ്രസംഗം അവതരിപ്പിക്കാൻ നമ്മളെ ഒന്ന് വിളിച്ചു നോക്കൂ. അപ്പോൾ നമ്മൾ ഭയക്കും. എക്സാക്ട്ലി, ഗ്ലോസോഫോബിയ. അതിനുള്ള കാരണം തെറ്റായ തെളിവുകൾ നമ്മൾ ഉണ്ടാക്കി അത് യഥാർത്ഥ കാര്യമാണെന്ന് നമ്മളെ തന്നെ അങ്ങ് വിശ്വസിപ്പിക്കും. ശരിയല്ലേ? റെസിഡൻസ് അസോസിയേഷനിലെ ആശംസ, അധ്യക്ഷ പ്രസംഗമൊന്നുമല്ല, ഒരു കുട്ടി ആശംസ പറയാൻ വേണ്ടി നമ്മളെ വിളിച്ചാൽ നമ്മൾ പിന്നെ പെട്ടെന്ന് തെറ്റായ തെളിവുകളെ കണ്ടെത്തി അത് യഥാർത്ഥമാണെന്ന് അങ്ങ് വിശ്വസിക്കും. അപ്പൊ ഭയം വരും. അപ്പൊ ഇക്കാര്യത്തെക്കുറിച്ച് തന്നെ സിക്സ് സിഗ്ലർ പറയുന്നുണ്ട്, ഇതാണ് നമ്മുടെ ഭയമെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് ചോദിക്കണം, ഞാൻ എന്തുകൊണ്ടാണ് സംസാരിക്കാൻ ഭയപ്പെടുന്നത്? ഈ വരുന്ന ഞായറാഴ്ച റെസിഡൻസ് അസോസിയേഷനിലെ തനിമ റെസിഡൻസ് അസോസിയേഷനിൽ ഞാൻ സംസാരിക്കാൻ എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നത്? 2, കേട്ടുകൊണ്ടിരിക്കുന്നവർ എന്നെ റിജക്റ്റ് ചെയ്യുമെന്ന ഭയം എനിക്കുണ്ടോ? അങ്ങനെ ഭയം ഉണ്ടെങ്കിൽ അവർ എന്നെ റിജക്റ്റ് ചെയ്യുമോ? ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ മൂല്യമുള്ളതാണോ? ഇങ്ങനെ ഓരോ തരത്തിൽ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയം നമ്മൾ പോലും അറിയാതെ കുറയും എന്ന് സിക്സ് സിഗ്ലർ പറയുന്നു. ഈ റീഡേഴ്സ് ഡൈജസ്റ്റ് ഈ സർവേ കണ്ടുപിടിച്ചപ്പോഴേ, അതായത് സംസാരിക്കുക എന്നുള്ളതാണ് നമ്പർ 1 ഫിയർ എന്ന് കണ്ടുപിടിച്ചപ്പോൾ കുറേ മാസങ്ങൾ സിക്സ് സിഗ്ലർ ഒരു പരിശോധന നടത്തി. പ്രസംഗിച്ചുകൊണ്ട് നടന്നപ്പോൾ ലോകത്ത് കുഴഞ്ഞു വീണ് മരിച്ചവരുടെ എണ്ണം ഇദ്ദേഹം ഒന്ന് കണ്ടെത്തി. അപ്പോൾ ഇദ്ദേഹം കണ്ടെത്തിയത് ആകെക്കൂടെ ലോകത്ത് 3 പേരാണ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ കുഴഞ്ഞു വീണ് കാറ്റുപോയത്. അപ്പോൾ സിഗ്ലർ ചോദിക്കുന്നു, ഇത്രയും ബില്യൺസ് ഓഫ് പീപ്പിൾ ഈ ലോകത്ത് ഉണ്ടായിരിക്കുമ്പോൾ വെറും 3 എണ്ണമാണ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ കുഴഞ്ഞു വീണ് കാറ്റുപോയതെങ്കിൽ നമ്മൾ പ്രസംഗിക്കാൻ ഭയപ്പെടുന്നത് എന്തിന്? ഫിയറിനെ കുറിച്ച് പറയുന്നത് ഒരു ഉദാഹരണമായിട്ടാണ് ഇത് പറയുന്നത്. ഒരു കോവർ കഴുതയെ കുറേ പേർ നിറഞ്ഞിരിക്കുന്ന ഒരു ഹാളിൽ കൊണ്ട് നിർത്തിയാൽ അത് അനങ്ങാതെ അങ്ങ് നിന്നോളും, ഒരു പ്രശ്നം ഉണ്ടാക്കൂല.
കുമ്പിട്ട് വിനയാന്വിതനായിട്ട് ഈ കോവർ കഴുതാൻ നിൽക്കും. എന്നാൽ നല്ല ആഭിജാത്യമുള്ള ഒരു പന്തയ കുതിരയെ, എന്ന് വെച്ചാൽ അന്തസ്സുള്ള അപ്പനും അമ്മയ്ക്കും ഉണ്ടായ ഒരു പന്തയ കുതിരയെ ആൾക്കാർ നിറഞ്ഞൊരു ഹാളിൽ കൊണ്ട് നിർത്തിയാൽ ഈ കുതിര അടങ്ങി നിൽക്കില്ല, നെർവസ് ആവും, വെപ്രാളവും പരവേശവും ഒക്കെ കാണിക്കും. അപ്പം അടുത്ത പ്രാവശ്യം ആരെങ്കിലും പ്രസംഗിക്കാൻ നമ്മളെ വിളിക്കുമ്പോൾ പരവേശം വന്നാൽ ഉറപ്പിക്കുക നമ്മൾ കോവർ കഴുതയല്ല, നല്ല ആഭിജാത്യമുള്ള പന്തയ കുതിരയാണ്. അപ്പോൾ ഇതിൽ പരവേശമൊക്കെ വരും. എന്നിട്ട് അന്തസ്സായിട്ട് കയറി അങ്ങ് പ്രസംഗിക്കുക. അപ്പോൾ മനസ്സിലാവും ഇതുവരെ പ്രസംഗിക്കാതിരിക്കാൻ കാരണം തെറ്റായ കുറേ തെളുവുകളെ യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിച്ചതായിരുന്നു എൻ്റെ കുഴപ്പം. ഒന്ന് അല്ലെങ്കിൽ രണ്ട് താളുകളെ ഉള്ളൂ ഇദ്ദേഹത്തിൻ്റെ ഓരോ അധ്യായവും. പുസ്തകം വാങ്ങാൻ മോഹമുള്ളവർക്ക് വാങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ്. വളരെ ബ്രീഫായിട്ടാണ് അദ്ദേഹം തൻ്റെ ആശയത്തെ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ആംഗലേയ ഭാഷ വളരെ ലളിതവുമാണ്. പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കയറുന്ന തരത്തിലാണ് വാക്കുകൾ അടുക്കിയിരിക്കുന്നത്. ഇതാ നോക്കൂ, ഒരു തലക്കെട്ട്, ഈസ് ദെയർ മോർ ദാൻ വൺ വേ? ഒന്നിൽ കൂടുതൽ വഴികളുണ്ടോ? നമ്മൾ പറയും ഒറ്റ വഴിയേ ഉള്ളൂ. ആത്മഹത്യ ചെയ്തവരെല്ലാവരും ഒറ്റ വഴിയേ ഉള്ളൂ എന്ന് ചിന്തിച്ചവരാണ്. ഡിവോഴ്സ് ചെയ്തവരൊക്കെ ഒറ്റ വഴിയേ ഉള്ളൂ എന്ന് ചിന്തിച്ചവരാണ്. ഈസ് ദെയർ മോർ ദാൻ വൺ വേ? ഈ അധ്യായം എഴുതാൻ കാരണം ഒരു ദിവസം സിഗ് സിഗ്ലറും മകൾ സൂസനുമായിട്ട് യാത്ര പോവുകയാണ്. രണ്ടുപേരും രണ്ട് കാറിലാണ്. അപ്പോൾ ചിലപ്പോൾ സൂസൻ വേറൊരു ലൈനിലൂടെ വേഗത്തിൽ പോകുന്ന സെൻറ്റർ ലൈനിലൂടെ പോകുമ്പോൾ സൂസൻ ഇത്തിരി മുമ്പോട്ട് പോവും. കുറച്ച് കഴിയുമ്പോൾ സിഗ് സിഗ്ലർ മുമ്പോട്ട് പോവും. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഓഫീസിനടുത്തെത്തിയപ്പോൾ സൂസൻ മുന്നിലോട്ട് പോയി. കാരണം അവളൊന്ന് ലൈനൊന്ന് മാറി മുമ്പോട്ട് പോയി. പക്ഷെ ഓഫീസിൻ്റെ അകത്തെത്തിയപ്പോൾ സിഗ് സിഗ്ലർ കണ്ട കാഴ്ച, സിഗ് സിഗ്ലർ നേരത്തെ പാർക്ക് ചെയ്തു. താമസിച്ചെത്തിയ സിഗ് സിഗ്ലർ നേരത്തെ വണ്ടി പാർക്ക് ചെയ്തു. പാർക്ക് ചെയ്തിട്ട് വന്നപ്പോഴാണ് അപ്പനേക്കാൾ മുമ്പേ എത്തിയ മോള് അവിടെ പാർക്കിങ്ങിന് സ്ഥലം നോക്കി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുക. ഈ കുഞ്ഞു സംഭവം നമ്മുടെ മുമ്പിൽ പറഞ്ഞിട്ട്, ദീർഘമായി പറഞ്ഞിട്ട്, സിഗ് സിഗ്ലർ നമ്മളോട് പറയുന്നു, ഞാനും എൻ്റെ മകളും കൂടെയുള്ള ആ യാത്ര ജീവിതത്തെക്കുറിച്ചുള്ള കുറേ കാഴ്ചപ്പാടുകൾ എനിക്ക് സമ്മാനിച്ചു. ഒന്നാമത് ഈ സൂസനും ഞാനും കൂടെയുള്ള ഈ യാത്ര, ഞാൻ മുമ്പോട്ട് പോയി, അവൾ എന്നെ ഓവർടേക്ക് ചെയ്തു, ഞാൻ വീണ്ടും മുമ്പോട്ട് കയറി, അവൾ പിന്നിലോട്ടായി, അവസാനം ഓഫീസിനകത്ത് വന്നു. ഞാൻ പാർക്ക് ചെയ്തപ്പോഴാണ് ആദ്യമേ എത്തി അവൾ പാർക്ക് ചെയ്തു. ഈ കുഞ്ഞു സംഭവം എന്നെ 3 കാര്യങ്ങൾ പഠിപ്പിച്ചു. ഒന്ന്, ജീവിതത്തിൽ മറ്റാരെങ്കിലും നമുക്ക് മുമ്പേ പോയാൽ നമ്മൾ കൺസേൺഡ് ആവണ്ട. നമ്മുടെ ജീവിതത്തിൽ മറ്റാരെങ്കിലും ഏതെങ്കിലും മേഖലയിൽ മുന്നോട്ട് പോയാൽ നമ്മൾ കൺസേൺഡ് ആവണ്ട. ആലോചിച്ച് നോക്കൂ, നമ്മൾ പെണ്ണ് കെട്ടിയത് പോലും അപ്പുറത്തും ഇപ്പുറത്തുള്ളവരൊക്കെ പെണ്ണ് കെട്ടിയുണ്ട്. ശരിയല്ലേ? വീട്ടിൽ അപ്പനും അമ്മയൊക്കെ പറഞ്ഞു, നിന്റെ കൂടെ പഠിച്ചവരൊക്കെ കല്യാണം കഴിഞ്ഞവർക്ക് കുഞ്ഞുങ്ങളുമായി. നമ്മൾ കൺസേൺഡായി, ചാടിക്കേറി കെട്ടി. ഇപ്പൊ അവർക്ക് സന്തോഷമായി. കാര്യം അനുഭവിക്കട്ടെ. വീട് വയ്ക്കുന്നത് ഇങ്ങനെയല്ലേ? നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട് മാത്രം ഓലപ്പുര, ഒക്കെ എല്ലാവരും ടെറസ് ബിൽഡിംഗ് ആണെങ്കിൽ നമ്മൾ എത്ര നാൾ ഓലപ്പുരയിൽ ഇരിക്കും? നമുക്ക് ഭംഗിയായിട്ട് അറിയാം, ചാണകമൊക്കെ മെഴുകുന്ന ഇടമാണ്, നല്ല തണുപ്പൊക്കെ ഉള്ളത്. ശരിയല്ലേ? നമുക്കറിയാം. ഇതുപോലത്തെ ഗ്രാനൈറ്റിൽ ഞാൻ ഒരു 70-ന് ശേഷം നടക്കുകയാണെങ്കിൽ അയ്യോ എന്നൊരു ശബ്ദം എപ്പോഴെങ്കിലും ഒരിക്കൽ പുറപ്പെടുവിക്കേണ്ടി വരുമെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മൾ കഷ്ടപ്പെട്ട് രാജസ്ഥാനിൽ പോയി ആ മാർബിൾ വരുത്തി. ആരെങ്കിലും നമ്മളെക്കാൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കൺസേൺഡ് ആവും. അത് ട്രാഫിക്കിലാണെങ്കിലും ലൈഫിലാണ്. ട്രാഫിക്കിൽ ശരിയല്ലേ, നമ്മൾ വളരെ മെല്ലെ 30-ൽ ഓടിക്കുന്നു എന്ന് കരുതുക.
പല പല വാഹനങ്ങളും നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകും. വീട്ടിൽ ചെന്ന് ചുമ്മാ കിടന്ന് ഉറങ്ങാനാണ് അവൻ ഓവർടേക്ക് ചെയ്ത് പോകുന്നത്. നമ്മുടെ അടുത്തിരിക്കുന്ന, നമ്മുടെ വളരെ കാലം നമ്മുടെ സന്തോഷത്തിലും സന്താപത്തിലും കൂടെ ഉണ്ടായിരുന്ന വൈഫ് എന്തായിരിക്കും ചോദിക്കുക? ചേട്ടാ ഞാൻ ഇറങ്ങി നടക്കട്ടെ ചേട്ടാ. കാരണം ട്രാഫിക്കിലായാലും ജീവിതത്തിലായാലും മറ്റാരെങ്കിലും നമുക്ക് മുന്നേ പോയാൽ നമ്മൾ കൺസേൺ ആവും. സിക്സ് കിലർ പറയുന്നു, സൂര്യൻ ഇന്ന് എന്നെ നോക്കി പ്രകാശിച്ചാൽ നാളെ മറ്റൊരാളെ നോക്കി പ്രകാശിക്കും. അടുത്ത ദിവസം എന്നെ നോക്കി പ്രകാശിക്കുന്ന ഒരു ദിവസം വരും. വെയിറ്റ്. ഒന്നാമത്തെ പാഠം. രണ്ടാമത്തെ പാഠം, സൂസൻ എന്താണ് ചെയ്തത്? എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന ഒരു ഷോർട്ടസ്റ്റ് റൂട്ട് കണ്ടുപിടിച്ച് അതിലൂടെ അപ്പനെ തൊപ്പിച്ച് മുമ്പോട്ട് പോയി. എത്തിയതോ അപ്പനേക്കാൾ താമസിച്ചു. അപ്പൻ നമ്മളെ പഠിപ്പിക്കുന്നു, the shortest or easiest way is not the best way. എളുപ്പത്തിൽ പലതും നേടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്ന വഴികളായിരിക്കില്ല ഏറ്റവും മികച്ച വഴികൾ. മൂന്നാമത് എൻ്റെ മകൾ എന്നെ പഠിപ്പിച്ച പാഠം, ജീവിതത്തിൽ മറ്റാരെങ്കിലും വിജയം നേടുമ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആവണം. നമുക്ക് പറ്റാത്ത കാര്യമാണ്. ജീവിതത്തിൽ മറ്റാരെങ്കിലും നമുക്ക് അസൂയ തോന്നിപ്പിക്കുന്ന ഒരു നേട്ടം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, സൂപ്പർ ഗുഡ്, ഹൗ ഡിഡ് യു ഡു ഇറ്റ്? നീ ഇതെങ്ങനെയാണ് ചെയ്തത്? തിങ്ക് അബൌട്ട് ദാറ്റ്. 3 കാര്യങ്ങൾ മറക്കണ്ട. മറ്റൊരാൾ നമ്മളെക്കാൾ മുന്നിലോട്ട് പോകുമ്പോൾ ഡോണ്ട് ബി കൺസേൺഡ്. 2, ഏറ്റവും എളുപ്പമുള്ള വഴിയായിരിക്കില്ല ഏറ്റവും മികച്ച വഴി. മറ്റൊരാളുടെ വിജയത്തിൽ എക്സൈറ്റഡ് ആയി ചോദിക്കുക, നീ ഇതെങ്ങനെ ഒപ്പിച്ചടാ? സക്സസ് ഈസ് എ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന മനോഹരമായ ഒരു അധ്യായമുണ്ട്. വിജയം എന്ന് പറയുന്നത് ഒരു പാർട്ട്ണർഷിപ്പാണ്. ഒരു വ്യക്തി വിജയത്തിന്റെ ഏണിയുടെ മുകളിലെത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ അയാൾ ഒറ്റയ്ക്കല്ല എത്തിയത്. എപ്പോഴെങ്കിലുമൊക്കെ ആ മനുഷ്യന് മറ്റുള്ളവരുടെ പ്രോത്സാഹനവും തള്ളലും പ്രചോദനവും ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. നഥാനിയൽ ഹാത്തോൺ എന്ന അമേരിക്കൻ എഴുത്തുകാരൻ, നഥാനിയൽ ഹാത്തോൺ എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ വിഖ്യാതമായ കൃതി ഓർത്തിട്ടുണ്ടാവും പലരും. എവിടെ നിന്ന് ഒടുവിൽ പറയാം. നഥാനിയൽ ഹാത്തോൺ ഈ പറഞ്ഞതിന് ഒരു ഉദാഹരണമാണ്. സക്സസ് ഇസ് എ പാർട്ട്ണർഷിപ്പ്. സത്യം പറഞ്ഞാൽ ആ കഥ നമുക്ക് ഒരുപാട് പ്രചോദനം നൽകുന്നൊരു കഥയാണ്. ഇദ്ദേഹം ഒരിക്കൽ ഇദ്ദേഹത്തിൻ്റെ കസ്റ്റം ഡിപ്പാർട്ട്മെന്റിലായിരുന്നു ഇദ്ദേഹത്തിന് ജോലി. ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ ജോലിയിൽ നിന്നൊക്കെ മേലധികാരികൾ ഇദ്ദേഹത്തിനെ പൂച്ചു പറക്കി അങ്ങ് വിട്ടു. അണ്ണൻ്റെ സേവനം മതി എന്ന് പറഞ്ഞ് he had been fired from his job. മതി. അപ്പോൾ ഇദ്ദേഹം വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിൽ ഒരാൾ കാത്തിരിപ്പുണ്ട്, പ്രിയതമ സോഫിയ. ആകെ വിഷമിച്ചാണ് പോകുന്നത്. ഹൃദയമൊക്കെ നുറുങ്ങിപ്പോയി. സോഫിയോട് ഇന്ന് പറയണം, എടീ ജീവിതം നായനക്കി, ഇനി നാളെ മുതൽ പയറ് കഞ്ഞിയേ ഉള്ളൂ ശരണം എന്ന് പറഞ്ഞു. ജോലി പോയിടി സോഫിയ, തെണ്ടി. പെട്ടെന്ന് ഈ സോഫിയ പറഞ്ഞൊരു മറുപടി ഉണ്ട് കേട്ടോ. അയ്യടാ, ഇനി ഇച്ചായന് പുസ്തകം എഴുതാം, ഇനി ഇച്ചായന് പുസ്തകം എഴുതി തുടങ്ങാം. കെട്ടിയോനൊന്ന് ഞെട്ടി. അപ്പോ സോഫിയ ചോദിച്ചു, കെട്ടിയോൻ ചോദിച്ചു, പുസ്തകം എഴുതുമ്പോൾ എന്തോന്നെടുത്തിട്ട് തിന്നും? അപ്പോൾ സോഫിയ കെട്ടിയോന്റെ കൈ പിടിച്ചിട്ട് ഒരു മേശയുടെ അടുക്കലേക്ക് കൊണ്ടുപോയി എൻ്റെ ഡ്രോയർ അങ്ങ് വലിച്ചു തുറന്നു. ഇതൊരു കെട്ട് തുക എടുത്തങ്ങ് വെച്ചു. അപ്പൊ നമ്മളാണെങ്കിൽ ചോദിക്കും, ഇതൊക്കെ എവിടെ നിന്ന് ഒപ്പിച്ചടി നീ? അപ്പൊ സോഫിയ പറയുന്നുണ്ട്, എനിക്കറിയാം നിങ്ങൾക്ക് നല്ല കഴിവുണ്ട്, എഴുതാനൊക്കെ കഴിവുണ്ട്.
പിന്നെ എന്നെങ്കിലും ഇതുപോലെ കമ്പനിക്കാർ നിങ്ങളെ പൂച്ച പറക്കി എറിയുമെന്നും എനിക്കറിയായിരുന്നു. നിങ്ങൾക്ക് എഴുതുകയാണല്ലോ നിങ്ങളുടെ താല്പര്യം. നിങ്ങളൊരു മാസ്റ്റർ പീസ് എഴുതുമെന്ന് എപ്പോഴും സത്യമാണ് ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഓരോ മാസവും എനിക്ക് കൊണ്ടുതരുന്ന ശമ്പളത്തിൽ നിന്നൊരു ചെറിയ തുകയുണ്ടല്ലോ, ഞാനിങ്ങനെ കൂട്ടി 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 വയ്ക്കും. ഇത് നമുക്ക് 1 വർഷം കഴിയാനുള്ള പൈസയുണ്ട്. കേട്ടാലും പ്രിയപ്പെട്ടവരെ, അന്ന് ഇരുന്ന് നത്താനിയൽ ഹാത്തോൺ എഴുതി പൂർത്തിയാക്കിയ പുസ്തകമാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർ വായിച്ചിട്ടുണ്ടായിരിക്കാവുന്ന, ഞാൻ MA പഠിച്ചതാണ്, ദ സ്കാർലറ്റ് ലെറ്റർ. സോഫിയ ഇല്ലെങ്കിൽ സ്കാർലറ്റ് ലെറ്റർ ഇല്ല. ഇപ്പൊ പലരും ആലോചിക്കുന്നത് ഇതൊന്നും ആയിരിക്കില്ല. എൻ്റെ വീട്ടിലോ മറ്റോ വന്ന് കയറിയിരുന്നെങ്കിൽ എൻ്റെ എല്ലാ ലെറ്ററുകളും അവളൊന്ന് അവസാനിപ്പിക്കുമായിരുന്നു. ഇത്രയും പറഞ്ഞിട്ട് സിക്സ് സിഗ്ലർ നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ സോഫിയമാർ ആരൊക്കെ? എപ്പോഴും അവരോട് നന്ദിയുള്ളവരായിരിക്കുക. നല്ല ചോദ്യമാണ്. ഹു ഈസ് യുവർ സോഫിയ? സത്യം, ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷ് പിന്നെ വിഷയമായിട്ട് എടുത്തപ്പോൾ ഇംഗ്ലീഷ് ഭാഷയോടൊരു സ്നേഹം ഉണ്ടാവണം, എൻ്റെ സോഫിയ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ എത്ര പേരുടെ പേര് ഓർമ്മ വന്നറിയാം. ഒരു രാമചന്ദ്രൻ സാറ്, ഇപ്പം എവിടെയെന്ന് പോലും അറിഞ്ഞുകൂടാ, സാറ് വന്നിട്ട് ദിവസം ഒരു അധ്യായം തരും. ഒരു വക പഠിപ്പിച്ചിട്ടില്ല കേട്ടോ, ഗ്രാമറോ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. ദിവസവും വന്നിട്ട് അരമണിക്കൂറാണ് ക്ലാസ് എടുക്കുന്നത്. എന്നിട്ട് സാറ് ഒരു വിഷയം പറയും. സാറ് ബുള്ളറ്റിലാണ് വരിക. അല്ല, നമ്മളിങ്ങനെ 7 മണിക്ക് ക്ലാസ് വെച്ചാൽ സാറ് 7:40 വരുന്നത്. നല്ല കൃത്യനിഷ്ഠയാണ്, കുറ്റം പറയാൻ പാടില്ല. സാറ് 8:10 ക്ലാസ് നിർത്തുകയും ചെയ്യും. അന്ന് നമ്മൾ 150 രൂപയാണ് ഫീസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വീട്ടുകാരൊക്കെ പറഞ്ഞു, വീട്ടുകാരൊക്കെ വിചാരിച്ചെന്നറിയാമോ, ഗ്രാമർ കംപ്ലീറ്റ് സാർ പഠിപ്പിക്കും. പാസീവ് വോയിസും റിപ്പോർട്ടർ സ്പീച്ചും ആർട്ടിക്കിളും. അമ്മച്ചാണ് സത്യം, ഒരു വക പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ എന്തിനാണ് ഞാൻ സാറിന് ഇപ്പോൾ എൻ്റെ സോഫിയ എന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, സാറ് എല്ലാ ദിവസവും വരും കേട്ടോ. 7:40 വരും, 8:10 സാറ് കൃത്യമായിട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. ഒരു അരമണിക്കൂർ ഇരുന്നാൽ ഇടയ്ക്ക് സാറ് സിഗരറ്റ്, വിൽസിൻ്റെ സിഗരറ്റ് വലിക്കാൻ പോകും. അപ്പോൾ അങ്ങനെയും പോകും 5 മിനിറ്റ്. അപ്പോൾ കിട്ടുന്നത് ഇത്തിരി നേരമാണ്. അതുകൊണ്ട് സാറിന് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ ചോദ്യം ചോദിപ്പില്ല, ഇമ്പോഷനൊന്നുമില്ല. പക്ഷെ സാർ ചെയ്ത കാര്യം എന്നറിയാമോ, ദിവസവും വന്നിട്ട് മഴയാണെങ്കിൽ ഇന്ന് എന്തോന്ന് പറയാൻ, എന്നിട്ട് പതുക്കെ സാറ് ജനലിലൂടെ നോക്കിയിട്ട് എഴുത്, എ റെയിനി ഡേ. അപ്പോൾ നമ്മൾ ചോദിക്കും, സാർ എന്തോന്ന്? എഴുതിക്കോ. എഴുതിക്കോളാൻ. സ്കൂളിലെ നമ്മൾ സ്പെഷ്യൽ ട്യൂഷനാണ് പോകുന്നത് കേട്ടോ, സ്കൂളിലെ കാര്യമല്ല, സ്പെഷ്യൽ ട്യൂഷൻ. 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു പാഠം പോലും, ഒന്ന് സ്റ്റോപ്പിംഗ് ബൈ വുഡ്സ് ഓൺ എ സ്നോ ഈവനിങ് എന്ന് റോബർട്ട് ഫ്രോസ്റ്റിന്റെ പേര് പോലും നമുക്ക് പറഞ്ഞു തന്നില്ല. മഴയുള്ള ദിവസം എഴുത്. ഞങ്ങളുടെ 6 പേരുണ്ടായിരുന്നു, 6 പേരെ കൊണ്ട് എഴുതിപ്പിക്കും. അപ്പോൾ ഞങ്ങൾ അതീവ ബുദ്ധിമാന്മാരാണ്. ഞങ്ങൾ 2 or 3 വരികൾ അങ്ങ് എഴുതി. സാർ എഴുതി. കാരണം നമ്മൾക്ക് ലക്ഷ്യം 8:10. പക്ഷെ 8:10 പോകുന്നതിന് മുമ്പ് 6 പേര് എഴുതിയ ഈ പേപ്പറും സാർ ഒന്ന് നോക്കും. അതിലെ തെറ്റുകളെ ചുമന്ന മഷിയിട്ട് ഇങ്ങനെ വരയ്ക്കും. എന്നിട്ട് പറയും, ഫാമിലി മെമ്പർ എന്ന് ഇംഗ്ലീഷിൽ പറയാൻ പാടില്ല, മെമ്പർ ഓഫ് ദ ഫാമിലി എന്നേ പറയാൻ പാടുള്ളൂ. സാറാണ് എനിക്ക് പറഞ്ഞു തന്നത്, എൻ്റെ സോഫിയാണ്. സാറാണ് പറഞ്ഞു തന്നത്. ഹൗ ഡു യു ഡു എന്ന് ചോദിക്കുമ്പോൾ മറുപടി നമ്മളെല്ലാം എഴുതി തള്ളി വെച്ചു കൊടുത്തു. ഐ എം ഫൈൻ, ഐ എം ഓക്കെ. അദ്ദേഹം പറഞ്ഞു, ഹൗ ഡു യു ഡു എന്ന് പറയുന്നത് ഹലോ എന്ന് പറയുന്നത് പോലെയാണ്. ആരെങ്കിലും ഹലോ എന്ന് പറഞ്ഞാൽ ഐ എം ഫൈൻ എന്ന് നമ്മൾ പറയില്ലല്ലോ, ഹലോ. ഹൗ ഡു യു ഡു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ തിരിച്ച് ഹൗ ഡു യു ഡു എന്നാണ് പറയേണ്ടത്. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. 1 വർഷം മുഴുവൻ സാർ ഇങ്ങനെയാണ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയത്. ഇംഗ്ലീഷ് ഭാഷ ഇത്തിരിയെങ്കിലും വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സോഫിയ സാറാണ്. വീണ്ടും ഓർത്തെടുക്കുകയാണ് ഞാനിത് പറയാൻ കാരണം, നമ്മളുടെ ഓരോ മേഖലയിൽ നമ്മളെ ഇതുപോലെ സഹായിച്ചിട്ടുള്ള സോഫിയമാരുണ്ട്. നമ്മളിപ്പോൾ വലിയ പുള്ളിയാണ്, നത്താനിയൽ ഹാത്തോണാണ്. പക്ഷേ നത്താനിയൽ ഹാത്തോൺ ആകുന്നതിന് മുമ്പ്
സോഫിയയുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. നമ്മളും ഈ അവസ്ഥയിലെത്താൻ ഇപ്പം എനിക്ക് ഉദാഹരണം പറയാനും പറ്റുന്നില്ല. ഹിപ്നോട്ടിസം ഒന്നും അനലാൽസ് പറയും, അല്ല ഇതന്നെയാണ് ഉദ്ദേശിച്ചത്. TA എന്ന് പറഞ്ഞപ്പോൾ ഇതന്നെയാണ് ഉദ്ദേശിച്ചത്. നമ്മൾ എന്ത് പഠിച്ച് ഏത് നിലയിലെത്തിയാലും നമ്മളെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒരു സോഫിയ ഉണ്ടായിട്ടുണ്ട്. ബാബു ജോൺ എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു. സാർ ഇങ്ങനെ ഒന്നും ചെയ്യിപ്പിച്ചിട്ടില്ല. സാർ ചെയ്തെന്നറിയാമോ? ഈ മനുഷ്യൻ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷേ സംസാരിക്കും. കുറേ കാലം ഇദ്ദേഹം ഇംഗ്ലണ്ടിലായിരുന്നു. അപ്പം ഇദ്ദേഹം ആഫ്രിക്കക്കാരനാണ് എന്നായിരുന്നു ശ്രുതി. കാരണം കണ്ടാൽ അതുപോലെയാണ്, നല്ല കറുപ്പാണ്, അതിനോടൊപ്പം കൂളിംഗ് ഗ്ലാസ് വയ്ക്കും, അതുപോലത്തെ താടി, അതുപോലത്തെ ശരീരപ്രകൃതി. വരുന്നത് 3-4 ഇംഗ്ലീഷ് പുസ്തകങ്ങൾ. ഫൊനറ്റിക്സ് ആണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഉച്ചാരണമൊക്കെ ഇങ്ങനെയൊക്കെ കേൾക്കും. ചില ശബ്ദങ്ങൾ മാത്രം പുറപ്പെടും. അപ്പോൾ ബാബു ജോൺ സാർ വന്നാൽ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഇദ്ദേഹം തന്നെ ഇംഗ്ലീഷേ പറയൂ. ഇൻ്റർവെൽ സമയത്ത് ഞങ്ങളെ തൊട്ടടുത്തുള്ള മുറുക്കാങ്കടയിൽ കൊണ്ടുപോയി നാരങ്ങ വെള്ളമൊക്കെ വാങ്ങിത്തരും. അവിടെ ചെല്ലുമ്പോഴും ഇംഗ്ലീഷ്. അപ്പോൾ ഇദ്ദേഹത്തോടൊപ്പം പോകുമ്പോൾ നമുക്ക് നല്ല ഗമയൊക്കെയാണ്. തമാശയൊക്കെ പറഞ്ഞ് ഇദ്ദേഹം തന്നെ ചിരിക്കും. പക്ഷെ നമ്മൾ മറുപടി പറയുന്നത് മലയാളത്തിലാണ്. പക്ഷെ അപ്പോഴും അദ്ദേഹം ഇംഗ്ലീഷ് എന്നെ സംസാരിച്ചുകൊണ്ടിരുന്നു. ചിലപ്പോഴൊക്കെ ചിരിക്കുമ്പോൾ ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്നത് പണ്ട് ഏഷ്യാനെറ്റിലെ ഡൽഹി ബ്യൂറോ ചീഫായിരുന്ന ശ്രീലാലാണ്. ഇവ ഇങ്ങനെ ഇത് ചിരിക്കും. ഒരിക്കൽ ഡസ്റ്റർ എടുത്ത് ബോർഡ് മായ്ക്കാൻ ഇങ്ങനെ ശ്രമിച്ചപ്പോൾ ഞാൻ ലാലിൻ്റെ അടുത്ത് ചോദിച്ചു, ഇപ്പം പറഞ്ഞ തമാശ എന്തോ? ലാൽ പറഞ്ഞു, എനിക്കറിയോ, നീ ചുമ്മാ ഇരിക്കും. പക്ഷെ ഒരു വർഷം ഈ ബാബു ജോൺ സാറിൻ്റെ ക്ലാസ്സിലിരുന്നപ്പോൾ കിട്ടിയ ഒരു വിജയം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാവും. പിന്നെ മുക്കി മുക്കി പറയാനുള്ള ഒരു കരുത്ത് നേടി. ബാബു ജോൺ സാർ ഈസ് മൈ സോഫിയ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും മേഖലയിൽ സക്സസ് നേടിയിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ആലോചിക്കണം, ഹു ഈസ് മൈ സോഫിയ. മറ്റൊരു മനോഹരമായ അധ്യായമാണ് വില്യം ആർതർ വാർഡിൻ്റെ ഒരു പുസ്തകത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. വില്യം ആർതർ വാർഡിനെ നമുക്ക് പരിചയമുണ്ട്. ദ ബെസ്റ്റ് ടീച്ചർ ഇൻസ്പയേഴ്സ് എന്ന് പറഞ്ഞ മനുഷ്യനാണ് വില്യം ആർതർ വാർഡ്. ഓർക്കുന്നുണ്ടല്ലോ? ഏറ്റവും മികച്ച ടീച്ചർ പ്രചോദിപ്പിക്കും എന്ന് പറഞ്ഞ ആളാണ് വില്യം ആർതർ വാർഡ്. അദ്ദേഹത്തിൻ്റെ മനോഹരമായ പുസ്തകമാണ് റിവാർഡ് യുവർ സെൽഫ്. ആർക്കെങ്കിലും ഫ്രൈഡേ ഫെലോഡിൽ അവതരിപ്പിക്കണമെന്ന് കൊതി വന്നെങ്കിൽ അവതരിപ്പിച്ചോണേ. റിവാർഡ് യുവർ സെൽഫ്. അതിലെ ഒരു ഭാഗം നമ്മുടെ സിക്സ് സിഗ്ലർ നമുക്ക് വേണ്ടി അവതരിപ്പിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ ഒരിക്കലും ഒരു ഡോക്ടറെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, സാറേ പെട്ടെന്ന് വീട്ടിലോട്ട് വരണം, എൻ്റെ മോൻ ഫൗണ്ടൻ പേൻ എടുത്ത് വിഴുങ്ങി, പെട്ടെന്ന് വാ, എൻ്റെ മോനെ, എൻ്റെ പിള്ള ഫൗണ്ടൻ പേൻ എടുത്ത് വിഴുങ്ങി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ പെട്ടെന്ന് എത്താം. നിങ്ങളിപ്പോൾ അവിടെ എന്ത് ചെയ്യുക? ഇപ്പം അവിടെ താങ്കളിപ്പോൾ എന്ത് ചെയ്യുക? ചോദ്യം ഇതാണ്, വാട്ട് ആർ യു ഡൂയിങ് ഇൻ ദ മീൻ വൈൽ? മോൻ ഫൗണ്ടൻ പേനെ വിഴുങ്ങി, ഇപ്പം നിങ്ങളവിടെ എന്ത് ചെയ്യുക? നിങ്ങളുടെ മറുപടി, ഞാൻ പെൻസിൽ വെച്ച് എഴുതിക്കൊണ്ടിരിക്കുക സാർ. ഞാനേ ഇപ്പൊ പെൻസിൽ വെച്ച് എഴുതിക്കൊണ്ടിരിക്കുക. സംഭവം മനസ്സിലായല്ലോ? ഈ തമാശ കഥ എടുത്തിട്ടാണ് സിക്സ് സിഗ്ലർ ചോദിക്കുന്നു, വാട്ട് വി ഡു ഇൻ ദ മീൻ വൈൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻ ദ മീൻ വൈൽ ഡബിൾ ഇൻവെർട്ടഡ് കോമേഴ്സിനാണ്. ഇടയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ദുരർത്ഥമൊന്നും എടുക്കരുത്. വാട്ട് വി ഡു ഇൻ ദ മീൻ വൈൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഇൻ ദ മീൻ വൈൽ ടൈം കിട്ടും, ശരിയല്ലേ? ഒരു ദിവസം നമുക്ക് ഒരുപാട് ലെഷർ ടൈം കിട്ടും. എന്ത് ചെയ്യുന്നു? വില്യം ആർതർ വാർഡ് തന്നെ വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട്. ഈ ഇൻ ദ മീൻ വൈൽ ടൈം, ഒരു ഉദാഹരണം, നമ്മൾ ട്രാഫിക് ബ്ലോക്കിൽ ചെന്ന് നിൽക്കുന്നു, ട്രാഫിക് സിഗ്നലിൻ്റെ അവിടെ ചെന്ന് നിൽക്കുന്നു, നമുക്കൊരു ഇൻ ദ മീൻ വൈൽ ടൈം കിട്ടുമല്ലോ. കണ്ടില്ലേ? നമ്മൾ സ്വാഭാവികമായിട്ട് അവിടെ ചെയ്യുന്നത് എന്താണ്? 69, 68, അക്കം മാറുന്ന എണ്ണിക്കൊണ്ടിരിക്കും. 65, അയ്യോ ഇനി ആവണം. അവസാനം ഒരു 12 ആകുമ്പോൾ നമ്മൾ ഗിയറൊക്കെ പിഴുതങ്ങ് മാറ്റി അങ്ങ് വയ്ക്കും. കേട്ടാൽ തോന്നും എന്തോ റേസിന് പോകുന്നു, കണ്ടാൽ തോന്നും. കണ്ടില്ലേ? 3 ആവണം ഒരു പാച്ചിലാണ്. വില്യം ആർതർ വാർഡ് ചോദിക്കുന്നു, നമ്മൾ ട്രാഫിക് ലൈറ്റ് മാറാൻ വേണ്ടി നിൽക്കുന്ന ആ സമയം, can you pray for the nation? Can you pray for your wife? Can you pray for your
enemy? Can you pray for your president? ഊളച്ചോദ്യം എന്ന് പറഞ്ഞ് തള്ളാൻ വരട്ടെ. ചോദ്യം പ്രസക്തമല്ലേ? വില്യം ആർതർബർഡ് പറഞ്ഞതാണ്, വാട്ട് വി ഡു ഇൻ ദ മീൻ വൈൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലിഫ്റ്റിന് ബട്ടൺ അമർത്തി കാത്തു നിൽക്കുന്നു. നല്ല ഉദാഹരണമല്ലേ? ലുലു മാളിൽ അമർത്തിയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ആ ലിഫ്റ്റ് നമ്മുടെ അടുക്കൽ വരുന്ന അത്രയും നേരം നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ ആലോചിച്ച് നോക്കി. ഷോ, മുകളിലോട്ട് പോയി, വിഷമം. അടുത്ത് നമ്മുടെ അവിടെ വന്ന് വാതിൽ തുറന്നു, ഓ എല്ലാം ഇടിച്ച് കയറിയിട്ടുണ്ട്. ഇവൻ അങ്ങോട്ട് പോകുമ്പോൾ നമ്മളെയും കൂടെ കയറ്റിക്കൊണ്ട് പോയിക്കൂടായിരുന്നു. വില്യം ആർതർബർഡ് ചോദിക്കുന്നു, നിങ്ങൾ എലിവേറ്ററിന് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ why can't you remember your God? ആ സമയം എന്തുകൊണ്ട് നിങ്ങളുടെ ദൈവത്തെക്കുറിച്ച് ഓർത്തുകൂടാ? ഈ പറയുമ്പോൾ ഞാൻ നമ്മുടെ ഈ പുസ്തകത്തിൽ പറയുന്നതല്ല, പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു കാര്യം കൂടെ പങ്കുവയ്ക്കുകയാണ്. നോർമൻ വിൻസെന്റ് പീൽ എന്നൊരാളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഒരു ദിവസം ഞാൻ എൻ്റെ പ്രാർത്ഥന ഞാൻ കൂട്ടി എടുക്കും. ഞാൻ പ്രാർത്ഥിക്കുന്നത് രാവിലെ പള്ളിയിൽ പോയിട്ടല്ല, ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും. റെസ്റ്റോറൻറ്റിൽ ചെന്ന് ആഹാരം ഓർഡർ ചെയ്ത് കാത്തിരിക്കുമ്പോൾ വെയിറ്റർ കൊണ്ടുവരാൻ ഇത്തിരി സമയം എടുക്കും, അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു ദിവസം ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെയുള്ള ലെഷർ ടൈമിൽ കുറേ അധികം ദൈവവുമായിട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതും ഇതും കൂടെ വേണമെങ്കിൽ നമുക്ക് കൂട്ടിച്ചേർത്ത് വയ്ക്കാം. ഒരു കാര്യം കൂടെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പാത്രം കഴുകുമ്പോൾ ഇൻ ദ മീൻ വൈൽ ടൈം കിട്ടുമല്ലോ, എന്ത് ചെയ്യുന്നു? പുൽത്തകിടി മിനുക്കുമ്പോൾ ഇൻ ദ മീൻ വൈൽ എന്ത് ചെയ്യുന്നു? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് പാടാൻ തോന്നുന്നുണ്ടോ? ഒരു ഫിസീഷ്യന്റെയോ ഡെന്റിസ്റ്റിന്റെയോ അവിടെ ചെന്ന് കാത്തിരിക്കുമ്പോൾ ഇൻ ദ മീൻ വൈൽ ടൈം കിട്ടുമ്പോൾ എന്ത് ചെയ്യും? നാളെ മുതൽ ഇൻ ദ മീൻ വൈൽ അവസ്ഥയിൽപ്പെടുമ്പോൾ ഈ വാക്യം മറക്കരുത്. വാട്ട് വി ഡു ഇൻ ദ മീൻ വൈൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായെന്ന് കരുതുന്നു. ഒരുപാട് സമയം കിട്ടും. ആലോചിച്ച് നോക്കൂ, ഈ ഇൻ ദ മീൻ വൈൽ ടൈം മുഴുവൻ നമ്മൾ പാഴാക്കുവാണ്. ആലോചിക്കാം, അതനുസരിച്ച് പ്രവർത്തിക്കാം. അടുത്തത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു അധ്യായമാണ്. എല്ലാവർക്കും ഇത് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. പ്രത്യേകിച്ചും ഗവൺമെന്റ് സർവീസിന് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഐ ആം C2 and fat free എന്നാണ് അധ്യായത്തിന്റെ പേര്. ഐ ആം C2 and fat free. ഒരു ദിവസം ഇദ്ദേഹം സിഗ്ലർ പ്ലെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. യാത്ര ചെയ്യുന്നതിന് മുമ്പ് ബോർഡിംഗ് പാസുമായിട്ട് ഗേറ്റിലെത്തി. ഇത്തിരി താമസിച്ചാണ് എത്തിയത്. അപ്പൊ സിഗ് തൻ്റെ ഗേറ്റ് ഏജന്റിനോട് ബോർഡിംഗ് പാസ് കൊടുത്തപ്പോൾ ഗേറ്റിലെ ഏജന്റ് മൈക്രോഫോൺ എടുത്തിട്ട് ഫ്ലൈറ്റ് അറ്റൻഡന്റിനോട് വിളിച്ചു പറയുന്നു, C2 is here. C2 ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ സിഗ് ആലോചിച്ചു, എന്നെ ആദ്യമായിട്ടാണ് ഒരാൾ C2 എന്ന് വിളിക്കുന്നത്. എനിക്ക് മനോഹരമായൊരു പേര് ഇട്ടിട്ടുണ്ട്, സിഗ്ലർ. C2 എന്ന് വിളിച്ചു. അപ്പോൾ ഇദ്ദേഹം ആ ഏജന്റിനോട് പറഞ്ഞു, ആദ്യമായിട്ടാണ് എന്നെ ഇങ്ങനെ സീറ്റ് നമ്പർ വെച്ച് ഒരാൾ വിളിക്കുന്നത്. അയാൾ ചിരിച്ചു. ഫ്ലൈറ്റിനകത്ത് കയറി, വിമാനം നീങ്ങി. കുറച്ച് കഴിഞ്ഞ് പാസഞ്ചേഴ്സിൻ്റെ മെനു ലിസ്റ്റൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ആൾക്കാർ വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിഫറൻസ്, താല്പര്യങ്ങൾ ആരാഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് കൊഴുപ്പില്ലാത്ത ആഹാരമാണ് വേണ്ടത്, സ്പെഷ്യൽ മീൽ, ഞാനത് ഓർഡർ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് വിമാനത്തിലെ ജോലിക്കാരി കൂട്ടുകാരിയോട് വിളിച്ച് പറയുന്നു, ഏയ്, ഫാറ്റ് ഫ്രീ ഇസ് ഹിയർ, ഫാറ്റ് ഫ്രീ ഇസ് ഹിയർ. അപ്പോൾ ഇദ്ദേഹം അവരോട് പറയുകയാണ്, ഐ ആം നോട്ട് C2, ഐ ആം നോട്ട് ഫാറ്റ് ഫ്രീ, ഐ ആം എ ഹ്യൂമൻ ബീയിങ് ആൻഡ് സോ ആർ യു. ഇത് ഗവൺമെന്റ് സർവൻസിന് നല്ലോണം മനസ്സിലാവും. പണ്ടൊരിക്കൽ ഫോൺ എടുത്തപ്പോൾ മുകളിലുള്ള മേലധികാരി ചോദിക്കുവാണ് എന്നോട്, B1 അവിടെ ഉണ്ടോ?
ഞാൻ പറഞ്ഞില്ല. B3യോ? ഇല്ല. B2 ഉണ്ടോ? ഇല്ല. അപ്പൊ എന്നോട് ചോദിച്ചു ഇപ്പൊ സംസാരിക്കുന്ന ആരാണ്? ഞാൻ പറഞ്ഞു B4. അപ്പൊ പേര് ചോദിച്ചു, നീ ഓക്കെ. ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ ഓഫീസിൽ നമ്മൾ ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ നടത്താറുണ്ടോ? C1, C2. ട്രെയിനിലൊക്കെ പോകുന്നവർ കേട്ടിട്ടില്ലേ? സീറ്റ് നമ്പർ 55. വളരെ അപൂർവമായിട്ടാണ് ആൾക്കാർ ചോദിക്കുന്നത് ജോൺ സാറാണോ? ഡെയിൽ കാർണഗിയുടെ ഒരു അധ്യായം കൂടെ ഈ അവസരത്തിൽ ഓർക്കുന്നത് നല്ലത്. ഇത് സിക്സ് സിഗ്ലർ പറയുന്നതല്ല. നമുക്ക് ഏറ്റവും കൂടുതൽ, ലോകത്തിലെ മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹമുള്ള ഒരു വാക്കേ ഉള്ളൂ, അവരുടെ പേര്. ലോകത്തുള്ള സകല മനുഷ്യർക്കും കേൾക്കാൻ ഏറ്റവും ഇമ്പമുള്ള ഒരു പദമേ ഉള്ളൂ, നമ്മുടെ പേര്. ജോസഫ് ജോൺ സാർ എന്ന് പറയുന്നതിൻ്റെ സുഖം M3 എന്ന് പറയുമ്പോൾ കിട്ടത്തില്ല. എങ്കിൽ നമ്മൾ ഇത്തരം രീതിയിൽ മറ്റുള്ളവരെ കാണരുത്. ടീച്ചേഴ്സ് ചിലപ്പോൾ പറയും ലാസ്റ്റ് വൺ ഇൻ ദ എന്താ പറയല്ലോ, ഫസ്റ്റ് വൺ ഇൻ ദ ലാസ്റ്റ് ബെഞ്ച്. അപ്പോൾ ഏതെങ്കിലും ഒരുത്ത് എഴുന്നേക്ക് പറയും നോ 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 ദാറ്റ് റെഡ് ഷർട്ട് പ്ലീസ്. അപ്പോൾ ഈ ചുമന്ന ഉടുപ്പിട്ട രണ്ടെണ്ണം നോക്കും. നോ 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 ദാറ്റ് ഫെല്ലോ ഡാർക്ക് ബോയ്. ഇങ്ങനെ എങ്ങാനും ഏതെങ്കിലും അധ്യാപകർ പറയുന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് സുലഭ. കാരണം അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എനിബഡി ഹു ഈസ് സംബഡി ടു എനിബഡി ഈസ് സംബഡി. എന്തേലും അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വലിയൊരു കൊട്ടേഷനായിട്ട് മാറി. എനിബഡി ഹു ഈസ് സംബഡി ടു എനിബഡി. ആർക്കെങ്കിലും ഒരു സംബഡി ആണ് ആരെങ്കിലും എങ്കിൽ അയാളൊരു സംബഡിയാണ്. ശരിയല്ലേ? എനിബഡി. ഇപ്പോൾ നമ്മൾ മെട്രോയുടെ താഴെയൊക്കെ ഇപ്പോൾ യാചകർ വന്ന് കിടക്കുന്നുണ്ടല്ലോ, അതിലൊരു എനിബഡി. അയാൾ സംബഡിയാണ്. ആർക്ക്? അയാളുടെ ഭാര്യയ്ക്ക്. അല്ലേ? അങ്ങനെയെങ്കിൽ അയാൾ ഒരു സംബഡിയാണ്. എനിബഡി ഹു ഈസ് സംബഡി ടു എനിബഡി ഈസ് സംബഡി. റെസിഡൻസ് അസോസിയേഷനിലെ ഭാരവാഹികളായിരിക്കും ഓണത്തിന് പിരിവിനിറങ്ങുമ്പോൾ 364A ആരാണ് താമസം എന്ന് ചോദിക്കണ്ട. രമാദേവി ടീച്ചർ താമസിക്കുന്നത് 364A എന്ന് ചോദ്യം മാറ്റാം. സ്നേഹം കാണിക്കാനുള്ള വിചിത്രമായ വഴി എന്നൊരു അധ്യായം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എ സ്ട്രേഞ്ച് വേ ടു ഷോ ലവ്. സ്നേഹം കാണിക്കാനുള്ള വിചിത്രമായ വഴി. നിന്നുകൊണ്ട് പ്രസവിക്കുന്ന ഏറ്റവും ഉയരമുള്ള മാമലാണ് ജിറാഫ്. നല്ല ഉയരമുള്ള മാമലാണെന്ന് അറിയാമായിരിക്കുമല്ലോ. അപ്പൊ അതിൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്ക്. പ്രസവിച്ച് കഴിയുമ്പോൾ ഇത്രയും ഉയരത്തിൽ നിന്ന് പുസ്കോന്ന് പറഞ്ഞ് താഴെ വന്ന് വീഴും. വീണ് കഴിഞ്ഞാൽ ജിറാഫിൻ്റെ ഒരു പ്രവർത്തനമുണ്ട്. എന്തെന്നറിയാമോ? ഈ കാലുകൊണ്ട് ഈ സന്താനത്തിന് അങ്ങ് തൊഴിക്കും. തൊഴിക്കുമ്പോൾ ഇത് അപ്പുറത്ത് നിന്ന് വീഴും. ഇത് വീണ്ടും തക്കട പിക്കടാവുന്ന് മാതാജിയുടെ അടുക്കളേക്ക് വരുമ്പോൾ അടുത്ത തൊഴി കിട്ടും. വീണ്ടും എങ്ങനെയെങ്കിലും തത്തക പിത്തക വരുമ്പോൾ അടുത്ത തൊഴി കിട്ടും. കൂടുതലുണ്ടാകും. ഇങ്ങനെ തട്ടിയാണ് ഈ കുഞ്ഞ് ജിറാഫ് എഴുന്നേറ്റ് നിൽക്കുന്നത്. കുഞ്ഞൊരിക്കലും പരാതിപ്പെടുന്നില്ല. എന്തോന്ന് ചവിട്ടുന്നേ തള്ളേ, ആദ്യം എന്നെ അങ്ങോട്ടെടുത്ത് ചവിട്ടി ഇങ്ങോട്ടെടുത്ത് ചവിട്ടി. കാരണം ജിറാഫിന് അറിയാം എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് എന്നെ എഴുന്നേൽപ്പിക്കാനാണ് അമ്മ ഇങ്ങനെ ചെയ്യുന്നത്. സിക്സ് സിഗ്ലർ ഈ സംഭവം പറഞ്ഞിട്ട് പറയുന്നു, ജിറാഫിന്റെ കാര്യത്തിൽ ഇത് ഓക്കെ, പക്ഷെ ആൾക്കാരെ സ്നേഹിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യണ്ട. ഏത് ചവിട്ടിയെടുത്തറിയുന്നു, സ്നേഹം കൊണ്ടാണ്. ഇവിടുത്തെ പാഠം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് സ്നേഹത്തിന്റെ തെളിവ്.
നമ്മൾ ചെയ്യുമ്പോൾ അത് അവർ അപ്രീഷിയേറ്റ് ചെയ്യണമെന്നില്ല. മറ്റുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം അവർക്ക് ചെയ്തു കൊടുക്കുമ്പോഴാണ് റിയൽ ലവിൻ്റെ തെളിവ്. വാക്യം ഇങ്ങനെയാണ്: റിയൽ ലവ് ഈസ് എവിഡൻസ്ഡ് വെൻ യു ഡു വാട്ട് ഈസ് ബെസ്റ്റ് ഫോർ ദ അതർ പേഴ്സൺ. എനിക്ക് സുഖം കിട്ടുന്ന കാര്യങ്ങൾ, എനിക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുമ്പോഴല്ല. റിയൽ ലവ് എന്ന് പറയുന്നത് അവരന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം. അങ്ങനെയെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ അവരന് വിൻഡോ സീറ്റിൽ ഇരിക്കുന്നതാണ്, ഇരിക്കുന്നതാണ് കാഴ്ചകൾ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ മാറിക്കൊടുക്കുന്നതാണ് റിയൽ ലവ്. റിയൽ ലവ് ഈസ് എവിഡൻസ്ഡ് when you do what is best for the other person. ജീവിതത്തിൽ ഓരോ ദിവസവും ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഒരു സംഭവവും വെറുതെ അല്ല നടക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളും നടക്കുന്നത് നമ്മളുടെ ട്രാൻസ്ഫർമേഷന് വേണ്ടിയിട്ടാണ് എന്ന് സിക്സ് സിഗ്ലർ അടിവരയിട്ട് പറയും. ഒരു സംഭവത്തിന് നമ്മുടെ ജീവിതത്തെ മാറ്റാനുള്ള ശക്തിയുണ്ട്. പക്ഷെ നമ്മളത് നമ്മളുടെ ഉത്തരക്കടലാസിലെ ചോദ്യമാണ്. പക്ഷെ നമ്മൾ ആൻസർ ചെയ്യുന്നില്ല. അതുകൊണ്ട് അതിന് നമുക്ക് മാർക്കും കിട്ടുന്നില്ല. വൺ ഇൻസിഡൻറ്റ് ഇൻ യുവർ ലൈഫ് ക്യാൻ ചേഞ്ച് യു ഫോർ എവർ. 1800കളിൽ ഒരു സംഭവം നടന്നു. ഒരിടത്ത് 2 വീടുകളിൽ അടുത്തടുത്ത് താമസിക്കുന്ന സമ്പന്ന കുടുംബത്തിലെ അംഗവും പരമദരിദ്രരായ കുടുംബത്തിലെ ഒരു അംഗവും രണ്ടും അടുത്തടുത്താണ് താമസിക്കുന്നത്. റിച്ച് ഫാമിലി, പുവർ ഫാമിലി. അവിടെ 2 ആൺകുട്ടികളുണ്ട്. പണമുള്ള വീട്ടിലെ കുട്ടി അറിയാമായിരിക്കുമല്ലോ. പകിട്ടാർന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നു, നല്ല ഫുഡ് കഴിക്കുന്നു, അവന് ഇത്തിരി ആരോഗ്യമൊക്കെ ഉണ്ട്. കാരണം ന്യൂട്രീഷ്യസ് ആഹാരമാണ് അവൻ ദിവസവും തട്ടിക്കയറ്റുന്നത്. സ്വാഭാവികമായിട്ടും പാവപ്പെട്ട വീട്ടിലെ കുട്ടി മെലിഞ്ഞുണങ്ങിയാണ് ഇരിക്കുന്നത്. കീറിപ്പറഞ്ഞ വസ്ത്രമാണ്, അവൻ്റെ വില കുറഞ്ഞ വീടാണ്. ഒരു ദിവസം ഈ പണക്കാരനായ കുട്ടിയും പാവപ്പെട്ട കുട്ടിയും കൂടെ തല്ലുകൂടി. ആരോഗ്യം പണക്കാരനായ കുട്ടിയുടെ അടുത്തായതുകൊണ്ട് ഈ പാവപ്പെട്ട വീട്ടിലെ കുട്ടി അവൻ ഉരുട്ടി തള്ളിയിട്ട് 2 ചവിട്ട് കൊടുത്തു, താഴെ വന്ന് വീണു. ചവിട്ടിൻ്റെ വേദനയൊക്കെ കഴിഞ്ഞപ്പോൾ ഈ പാവപ്പെട്ട വീട്ടിലെ കുട്ടി എഴുന്നേറ്റിട്ട് ഈ പണമുള്ള വീട്ടിലെ കുട്ടിയോട് പറഞ്ഞു, നീ ദിവസവും കഴിക്കുന്ന ആഹാരം ഞാൻ കഴിച്ചിരുന്നെങ്കിൽ എനിക്ക് നിന്നേക്കാളും ആരോഗ്യം ഉണ്ടാവുമായിരുന്നു. എനിക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് നീ തിന്നുന്ന ഓട്സും ആപ്പിളും ഒന്നും എനിക്ക് തിന്നാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ മെലിഞ്ഞുണങ്ങിയത്. അതുകൊണ്ടാണ് നീ എന്നെ തേച്ചിട്ട് പോയത്. നീ കഴിക്കുന്ന അതേ ആഹാരം, അതേ കാശ് എനിക്കുണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ഹവ് ബീറ്റൺ യു എന്ന് പറഞ്ഞിട്ട് ഈ പാവപ്പെട്ട വീട്ടിലെ കുട്ടി ഇറങ്ങി അങ്ങ് പോയി. ഇത് കേട്ട സമ്പന്ന കുടുംബത്തിലെ കുഞ്ഞുണ്ടല്ലോ, അവൻ മരവിച്ചതുപോലെ അങ്ങനെ നിന്നു. ആ കുട്ടി ഈ അനുഭവം മറന്നതേയില്ല. അദ്ദേഹത്തിൻ്റെ തലക്കെട്ട് മറക്കരുത്: വൺ ഇൻസിഡൻറ്റ് ഇൻ യുവർ ലൈഫ് ക്യാൻ ചേഞ്ച് യു ഫോർ എവർ. നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ പണക്കാരനായ കുട്ടി അങ്ങനെ നിന്നു. ആ ദിവസം മുതൽ സമ്പന്നനായതുകൊണ്ട് കിട്ടിയ ഒരു ആനുകൂല്യവും ആ കുഞ്ഞ് പിന്നെ അനുഭവിക്കാൻ ഒരുങ്ങിയിട്ടില്ല. എക്സ്പെൻസീവായ വില കൂടിയ വസ്ത്രം അവൻ അണിഞ്ഞിട്ടില്ല. കാരണം പണമുള്ള വീട്ടിലുള്ളതായതുകൊണ്ട്. അങ്ങനത്തെ ആഹാരം അവൻ കഴിച്ചിട്ടില്ല. വീട്ടുകാരൊക്കെ അമ്പരന്നു. വീട്ടുകാർ അവനോട് പറഞ്ഞു, മക്കളെ, നമുക്ക് നല്ല സാമ്പത്തിക സ്ഥിതി ഉണ്ട്, അതുകൊണ്ടല്ലേ ഈ ആഹാരം വാങ്ങിച്ചത്. അപ്പോൾ അവൻ മാതാപിതാക്കളോട് പറഞ്ഞു, സമ്പന്നനായതുകൊണ്ടല്ലേ, എനിക്കത് വേണ്ട. മറ്റുള്ള പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾ കഴിക്കുന്ന ആഹാരം എനിക്ക് മതി, ആ വേഷം മതി, ആ സൗകര്യങ്ങൾ എനിക്ക് മതി. സിക്സ് സിഗ്ലർ ഈ സംഭവം രേഖപ്പെടുത്തിയതിനു ശേഷം പറയുന്നുണ്ട്, ഈ സംഭവം നടന്നത് 1800കളിലാണ്. അന്ന് അടിപിടി നടത്തി ഇറങ്ങിപ്പോയ പാവപ്പെട്ട കുട്ടിയെ ചരിത്രം ഓർക്കുന്നേയില്ല. പക്ഷേ ആ ഒരു സംഭവം കൊണ്ട് ജീവിതത്തെ മാറ്റി ഞാൻ പാവപ്പെട്ടവരുടെ വികാരങ്ങളെ മനസ്സിലാക്കുന്നു, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് തീരുമാനിച്ച സമ്പന്ന കുടുംബത്തിലെ അംഗത്തെ, അതായത് ഒരു സംഭവത്തെ ആഴത്തിൽ മനസ്സിലാക്കി ജീവിതത്തിൽ പ്രയോഗിക്കാൻ തീരുമാനിച്ച മനുഷ്യൻ ചരിത്രത്തിൽ പേര് രേഖപ്പെട്ടു. ആ മനുഷ്യന്റെ പേരാണ് ആൽബർട്ട് ഷ്വൈറ്റ്സർ. ആൽബർട്ട് ഷ്വൈറ്റ്സർ എന്ന വ്യക്തിയാണ് പിന്നീട്
പ്രശസ്തനായ ഡോക്ടറെല്ലാമായ ഈ വ്യക്തി. ഒരു ജീവിതത്തിലെ ഓരോ ദിവസവും നടക്കുന്ന ഓരോ സംഭവവും ശ്രദ്ധിച്ചാൽ നമ്മളെ മാറ്റും എന്ന് അദ്ദേഹം പറയുന്നു. എക്സ്ക്യൂസസുകളെ കുറിച്ച്, ഒഴിവ് കഴിവുകളെ കുറിച്ച് പറയുന്ന മനോഹരമായ ഒരു അധ്യായമുണ്ട്. അധ്യായം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? യു ആർ നോട്ട് ഫിനിഷ്ഡ് വെൻ യു ആർ ഡിഫീറ്റഡ്. യു ആർ ഫിനിഷ്ഡ് വെൻ യു ക്വിറ്റ്. ഒരുപാട് പേര് കോട്ട് ചെയ്യുകയും പലയിടത്തുമൊക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്ത വാക്യമാണ്. യു ആർ നോട്ട് ഫിനിഷ്ഡ് വെൻ യു ആർ ഡിഫീറ്റഡ്. പരാജയപ്പെടുമ്പോൾ നിങ്ങൾ അവസാനിച്ചിട്ടില്ല. യു ആർ ഫിനിഷ്ഡ് വെൻ യു ക്വിറ്റ്. നാളെ 3 മണിക്ക് ഗോപിനാഥ് മുതുകാട് ഒന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം ഇതാണ്: ഉപേക്ഷിക്കരുത്. നമ്മൾ ഉപേക്ഷിക്കുമ്പോഴാണ് നമ്മൾ അവസാനിക്കുന്നത്. നമുക്ക് ഈ ഉപേക്ഷിക്കാനുള്ള ഒരു വഴിയാണ് എക്സ്ക്യൂസ്. സിക്സ് സിഗ്ലറുടെ ഒരു അയൽവക്കക്കാരൻ്റെ ഒരു സംഭവം പറയുന്നു. ഒരു ദിവസം സിക്സ് സിഗ്ലർ അടുത്ത വീട്ടിൽ പോയി ഈ പുൽത്തകിടിയൊക്കെ ഒന്ന് ഒതുക്കുന്ന ലോൺ മോവർ ഉണ്ടല്ലോ, ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോകുന്ന, അറിയാമല്ലോ, പുൽത്തകിടിയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുന്ന, അത് കടം വാങ്ങാൻ വേണ്ടി അപ്പുറത്തെ വീട്ടിൽ പോയപ്പോൾ അയാൾ പറഞ്ഞു, അയ്യോ ലോൺ മോവർ വേണോ അല്ലയോ? അയ്യോ പറ്റത്തില്ലല്ലോ, കാരണം ന്യൂയോർക്കിൽ നിന്നും ലോസ് ആഞ്ചലസിലേക്കുള്ള വിമാനങ്ങളൊക്കെ ക്യാൻസൽ ചെയ്തിരിക്കുക. അപ്പോൾ സിക്സ് സിഗ്ലർ ചോദിച്ചു, ന്യൂയോർക്കിൽ നിന്നും ലോസ് ആഞ്ചലസിലേക്കുള്ള വിമാനങ്ങൾ റദ്ദ് ചെയ്തതും ഈ ലോൺ മോവർ എനിക്ക് തരുന്നതും തമ്മിൽ എന്തോ ബന്ധം? അപ്പോൾ അയൽക്കാരൻ പറഞ്ഞതാണ്, എനിക്ക് ലോൺ മോവർ തരാൻ താല്പര്യമില്ല, പക്ഷേ അതിന് കാരണമായിട്ട് പറയാൻ വേറെ ഒരു എക്സ്ക്യൂസ് എൻ്റെ മനസ്സിൽ വന്നില്ല, അതുകൊണ്ട് അങ്ങ് പറഞ്ഞതാണ്. ഈ സംഭവം സിക്സ് സിഗ്ലർ പറയാൻ കാരണം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പറയുന്ന എക്സ്ക്യൂസുകൾ ഇങ്ങനെയാണ്. എക്സ്ക്യൂസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മനോഹരമായ നിർവചനം. വാട്ട് ഈസ് എൻ എക്സ്ക്യൂസ് എന്നതിന് സിക്സ് സിഗ്ലറുടെ നിർവചനം: an excuse is a refusal to accept the responsibility. ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് നിഷേധിക്കുന്നതാണ് എക്സ്ക്യൂസ്. ഹാരോൾഡ് ഷെർമാന്റെ വാക്യങ്ങൾ ഇതിന് വിശദീകരണമായിട്ട് അദ്ദേഹം രേഖപ്പെടുന്നു. ഹാരോൾഡ് ഷെർമാൻ പറയുന്നു, എപ്പോഴെങ്കിലും നമ്മൾ പരാജയപ്പെടുമ്പോൾ നമുക്ക് അലീബി പറയാൻ നല്ല സുഖമാണ്. അലീബി എന്ന് പറഞ്ഞ വാക്കൊരു ലീഗൽ ടേമാണ്, അഭിഭാഷകർക്ക് അറിയാമായിരിക്കും. ഒരു കൊലപാതകം നടക്കുന്നു, അപ്പോൾ നമ്മൾ പറയും, ഞാൻ വൈറ്റിലയിൽ വെച്ചാണ് കൊലപാതകം നടന്നത്, ഈ കൊലപാതകം നടക്കുന്ന സമയം ഞാൻ വൈറ്റിലയിലല്ല, ഞാൻ കൊടൈക്കനാലിൽ സീ പാലസ് എന്ന് പറയുന്ന ഹോട്ടലിലെ 12ാം മുറിയിൽ വിശ്രമിക്കുകയായിരുന്നു എന്നൊരു രേഖ ഉണ്ടാക്കും. ഇതാണ് അലീബി. കുറ്റകൃത്യം നടക്കുന്ന സമയത്ത് മറ്റൊരിടത്തായിരുന്നു എന്ന് വ്യാജരേഖ ഉണ്ടാക്കും. അപ്പോൾ ഈ ഹാരോൾഡ് ഷെർമാൻ പറയുന്നു, നമ്മൾ പരാജയപ്പെടുമ്പോൾ, ജീവിതത്തിൽ പരാജയപ്പെടുമ്പോൾ നമ്മൾ അലീബി പറയുക നല്ല സുഖമാണ്. അതായത് അവനത് ചെയ്തു, അവളത് ചെയ്തു, അവരത് ചെയ്തു എന്നൊക്കെ പറയുന്നത് നല്ല സുഖമാണ്. പക്ഷെ ഓർക്കണം, നമ്മൾ എക്സ്ക്യൂസ് ഓരോ പ്രാവശ്യം പറയുമ്പോഴും ഇത് നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യാനും നമ്മെ തന്നെ ഇംപ്രൂവ് ചെയ്യാനും നമ്മളുടെ വീക്ക്നെസ് മാറ്റാനും ഒക്കെയുള്ള അവസരങ്ങളെ നമ്മൾ തന്നെ ഇല്ലാതാക്കുവാണ്. ഇങ്ങനെ പറഞ്ഞിട്ടാണ് അദ്ദേഹം എക്സ്ക്യൂസിന്റെ ഡെഫിനിഷൻ പറയുന്നത്. An excuse is a refusal to accept responsibility. നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്, അവസാന ഘട്ടത്തിലോട്ട് വരുവാണ്. 3 sides to the story എന്ന അധ്യായം വളരെ ഫേമസ് ആയി. ഇദ്ദേഹമാണ് ശരിക്കും, സിക്സ് സിഗ്ലറാണ് ആ വാക്യം പറഞ്ഞത്. എല്ലാ കഥയ്ക്കും 3 വശങ്ങളുണ്ട്. എല്ലാ കഥയ്ക്കും 3 വശങ്ങളുണ്ട്. യുവർ സൈഡ്, ദെയർ സൈഡ് ആൻഡ് ദ റൈറ്റ് സൈഡ്. There are 3 sides to every story. Your side, their side and the right side. നമ്മുടെ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളിൽ, വഴക്കുകളിൽ 99 തീർക്കാൻ പറ്റിയ ഒരു പീസ് ഓഫ് അഡ്വൈസ് ആണിത്. ഓരോ കഥയ്ക്കും 3 വശങ്ങളുണ്ട്. എൻ്റെ വശം, അവളുടെ വശം, ശരിയായ വശം. ശരിയല്ലേ?
നമ്മുടെ നാട്ടിലൊരു വാർത്ത അറിഞ്ഞാൽ നമ്മൾ ഇതിലേതെങ്കിലും ഒരു വശം കയറി പിടിക്കും. പറയുന്നവനൊരു വശമുണ്ട്, വാദിയുടെ വശമുണ്ട്, പ്രതിയുടെ വശമുണ്ട്, ശരിയായ വശമുണ്ട്. ശരിയല്ലേ? അപ്പോൾ ഈ ഭാഗം പറഞ്ഞിട്ട് പോൾ ഹാർവി എന്ന് പറയുന്ന വ്യക്തി ആവിഷ്കരിച്ച കോയിൻ ചെയ്തൊരു പദം കൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവം നടന്നാലും ഈ വാക്യം ഓർക്കുക. ഏത്? യുവർ സൈഡ്, ദെയർ സൈഡ് ആൻഡ് ദ റൈറ്റ് സൈഡ്. നമ്മളുടെ ശ്രമം ദ റെസ്റ്റ് ഓഫ് ദ സ്റ്റോറി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ദ റെസ്റ്റ് ഓഫ് ദ സ്റ്റോറി. നമ്മുടെ വീട്ടിൽ നമ്മളുടെ മകൻ വന്ന് ടീച്ചർ എപ്പോഴും എന്നെ വഴക്ക് പറയുന്നു എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കുഞ്ഞിൻ്റെ സൈഡ് മാത്രം കേൾക്കും, ഇല്ലേ? ടീച്ചർ എപ്പോഴും എന്നെ മാത്രം കുറ്റം പറയുന്നു. കേൾക്കേണ്ട താമസം നമ്മൾ ഫോൺ കറക്കി ടീച്ചറിനെ വിളിക്കും, പ്രിൻസിപ്പലിനെ വിളിക്കും. നോക്കൂ, ഈ വിഷയത്തിൽ മൂന്ന് വശമുണ്ട്. ഒന്ന് നമ്മുടെ കുഞ്ഞിൻ്റെ സൈഡ്, ടീച്ചറിൻ്റെ സൈഡ് ആൻഡ് ദ റൈറ്റ് സൈഡ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ ഫോൺ വിളിക്കുന്നതിന് മുമ്പ് ദ റെസ്റ്റ് ഓഫ് ദ സ്റ്റോറി കണ്ടുപിടിക്കുക. ദ റെസ്റ്റ് ഓഫ് ദ സ്റ്റോറി മറക്കണ്ട. ദ റെസ്റ്റ് ഓഫ് ദ സ്റ്റോറി. നമ്മളിൽ എത്ര പേർ ഹിപ്പോക്രൈറ്റ് ആണ് എന്ന് സിക്സ് സിഗ്ലർ ചോദിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന സിക്സ് സിഗ്ലർ ചോദിക്കുന്നത്, എന്നെ വായിക്കുന്ന, ഈ പുസ്തകം വായിക്കുന്ന എത്ര പേർ ഹിപ്പോക്രൈറ്റ് ആണ്? കണ്ടുപിടിക്കാൻ എളുപ്പമുള്ളൊരു വാക്യം അദ്ദേഹം പറയുന്നുണ്ട്. ഞായറാഴ്ചകളിൽ ഞാൻ അല്ലാതെയാണ് വീട്ടിൽ പെരുമാറുന്നതെങ്കിൽ ഞാനാണ് ഏറ്റവും വലിയ ഹിപ്പോക്രൈറ്റ്. കാരണം ഞായറാഴ്ച വീട്ടിലാണ്. ഞായറാഴ്ച ഉള്ള ഞാനല്ല തിങ്കൾ മുതൽ വെള്ളി വരെ എങ്കിൽ ഞാനാണ് ഹിപ്പോക്രൈറ്റ്. ഹിപ്പോക്രൈറ്റ് ഹാസ് ബീൻ ആക്യുറേറ്റ്ലി ഡിസ്ക്രൈബ്ഡ് ആസ് വൺ ഹു ഈസ് നോട്ട് ഹിംസെൽഫ് ഓൺ സൺഡേ. ചിലരെ കുറിച്ച് നമ്മൾ പറയാറില്ലേ, അയ്യോ ഓഫീസിലെ ആളേ അല്ല വീട്ടിൽ ചെന്ന്. ഇത് പറയല്ലേ, വീട്ടിലുള്ള ആളേ അല്ല ഓഫീസിൽ. അതാണ് ഏറ്റവും വലിയ ഹിപ്പോക്രൈറ്റിന്റെ ലക്ഷണം. മരത്തിലിരുന്ന കരടി എന്നൊരു അധ്യായമുണ്ട്. എ ബെയർ ഇൻ എ ട്രീ. എല്ലാം നടന്ന സംഭവങ്ങളെ വെച്ചാണ് അദ്ദേഹം നമ്മളെ ഉപദേശിക്കുന്നത്. കെയ്ത്ത് വൈൽ എന്ന് പറയുന്ന അമേരിക്കൻ പട്ടണത്തിന് അരികിലൊരു ചെറിയൊരു കാട് പോലത്തെ പ്രദേശമുണ്ട്. ഒരു ദിവസം അവിടെ സന്ധ്യാസമയത്ത് മരത്തിൽ ഒരു കരടി ആൾക്കാർ കണ്ടു. അപ്പോൾ ചെറിയ പട്ടണമാണ്, കാട്ടുതീ പോലെ വാർത്ത പരന്നു, അവിടെ കരടി കയറിയിരിക്കുവാണ് മരത്തിൽ. അപ്പോൾ ആൾക്കാരൊക്കെ വളഞ്ഞു. അവിടുത്തെ ഒരു ലോക്കൽ വെറ്റിനറിയും വന്നു. അങ്ങേര് മരുന്നൊക്കെ കൊണ്ടുവന്ന് നമുക്ക് കരടിയെ മയക്കുപിടി വെച്ച് താഴത്ത് തള്ളിയിടാം. അപ്പോൾ ആരോ പറഞ്ഞു കരടി മോളിൽ നിന്ന് വന്ന് താഴെ വന്ന് വീണ ചത്തുവും. അപ്പോൾ താഴെ ഒരു നെറ്റൊക്കെ ഇട്ടു. രാത്രിയായി വെടിവെച്ചു. കരടി മയങ്ങുന്നുമില്ല, കരടി താഴെ വീഴുന്നുമില്ല. അപ്പോൾ രാത്രിയായപ്പോൾ അവിടെ ഒരു തീയൊക്കെ കൂട്ടി എല്ലാവരും ഇങ്ങനെ കാവലിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറോട് ചോദിച്ചു, മരുന്ന് ഏൽക്കുന്നില്ലല്ലോ ഡോക്ടറെ. ഇങ്ങനെ പറയുമ്പോൾ ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് വെടി പൊട്ടിക്കും. കരടി അവിടെ തന്നെ ഇരിപ്പുണ്ട്. രാവിലെ ആയപ്പോൾ പ്രകാശമൊക്കെ വന്ന് തുടങ്ങിയപ്പോൾ അവിടെ കൂടിയിരുന്ന എല്ലാവരും തിരിച്ചറിഞ്ഞു ആ മരത്തിനിടയിൽ ഇരുന്നത് കരടി ആയിരുന്നില്ല. ഇറ്റ് വാസ് എ ബാഗ് ഫിൽഡ് വിത്ത് ഗാർബേജ്. ചവറൊക്കെ കൂടെ കെട്ടി ഒരു വലിയ ചാക്ക് കെട്ടാണ് മരത്തിൻ്റെ ഇടയിൽ കൊണ്ട് അവനോ തിരികെ വെച്ചിരുന്നു. ഈ സംഭവം പറഞ്ഞതിന് ശേഷം സിക്സ് സിഗ്ലർ നമ്മളോട് പറയുന്നു, നമ്മൾ പലപ്പോഴും ഈ മരത്തിലെ കരടിയുമായിട്ടാണ് ജീവിക്കുന്നത്. ഈ കരടി എവിടെ നിന്ന് വന്നെന്ന് ചോദിച്ചാൽ നമ്മളുടെ മാതാപിതാക്കൾ പറഞ്ഞു തന്ന ഗാർബേജ് ആയിരിക്കാം, കൂട്ടുകാരിൽ നിന്ന് കേട്ട ഗാർബേജ് ആയിരിക്കാം, ടെലിവിഷനിലൂടെ കിട്ടിയ ഗാർബേജ് ആയിരിക്കാം, പത്രങ്ങളിലൂടെ കിട്ടിയ ഗാർബേജ് ആയിരിക്കാം. ഇങ്ങനെ മരത്തിനിടയിൽ ഇരിക്കുന്ന ഗാർബേജുമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. തിഗ് നമ്മളോട് ഉപദേശിക്കുന്നത്, ഇടയ്ക്കൊക്കെ വെളിച്ചം വീശുമ്പോൾ ഇത് ചാക്ക് കെട്ടാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് ശരിക്കും കരടിയല്ല. നമ്മൾ ഈ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് നമ്മളുടെ പഴയ ചിന്തകളൊക്കെ കൂടെ ഇങ്ങനെ ഓൾഡ് ഗാർബേജ് ആണ് എന്ന് തിരിച്ചറിഞ്ഞ് ഇതിനെ ഉപേക്ഷിക്കണം എന്ന് അദ്ദേഹം പറയുന്നു. ഹോക്ക് ആൻഡ് ദ സ്പാരോ എന്ന മനോഹരമായ ഒരു അധ്യായമുണ്ട്.
HAWK, ഹോക്ക് ആൻഡ് ദ സ്പാരോ. അദ്ദേഹത്തിന്റെ വീട്ടിന്റെ പിന്നിൽ ഒരു അരളിച്ചെടി ഉണ്ടായിരുന്നു, വില്ലോ ട്രീ, അരളിച്ചെടി. അവിടെ ചെറിയ കുരുവികളുണ്ട്. ഈ കുരുവികൾ ആ മരത്തിൽ ഇടയ്ക്ക് ഇങ്ങനെ വിശ്രമിക്കാൻ വന്ന ഈ ഹോക്ക് എന്ന് പറയുന്ന ഒരു വർഗ്ഗം ഉണ്ടല്ലോ, പക്ഷികളില്ലേ, ഹോക്ക്. ഈ കുരുവികൾ ഈ ഹോക്കിനെ ചെന്നങ്ങ് ശല്യപ്പെടുത്തും. അപ്പോൾ ഇത് ഹോക്ക് പറന്നു പോവും, കുരുവികളുടെ ശല്യപ്പെടുത്തൽ നിർത്തും. കുറച്ച് കഴിഞ്ഞ് വീണ്ടും ഈ ഹോക്ക് വന്ന് വീണ്ടും ഈ കുരുവി എന്ന് ചൊറിയും. കുരുവികൾ എന്ന് ചൊറിയാൻ പോവും, ഹോക്ക് പറന്നു പോവും. ഇതിനെ ചൊറിയക്കമാണ് ഈ കുരുവികളുടെ പണി. 2 ദിവസം കഴിഞ്ഞപ്പോൾ സിക്സ് സിഗ്നർ നോക്കിയപ്പോൾ ഇതേ മരത്തിൽ ഈ അരളിച്ചെടി ഒരു ഈഗിൾ വന്നങ്ങിരുന്നു. ഈഗിൾ വരുമ്പോഴും കുരുവികൾ പഴയ പരിപാടി തന്നെ നടത്തി. അപ്പോൾ സിക്സ് സിഗ്നർ ഇങ്ങനെ നോക്കിയപ്പോൾ ഹോക്ക് ചെയ്യാത്തൊരു കാര്യം ഈ ഈഗിൾ കാണിച്ചു. അതായത് ഈ കുരുവികൾ ശല്യപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ ഈഗിള് നേരെ മുകളിലേക്ക് അങ്ങ് പറന്നു, സൂര്യന്റെ നേർക്ക് മുകളിലേക്ക് പറന്നു. അപ്പൊ കുരുവിയും കുറേ നേരം പുറകെ ഓടി. പക്ഷെ ഈഗിളിനൊരു കഴിവുണ്ട്, വളരെയധികം ഉയരത്തിലേക്ക് ഇങ്ങനെ പറന്നു പോകാനുള്ള കഴിവുണ്ട്. അങ്ങനെ കുറേ ദൂരം പറന്നു പോയപ്പോൾ മടുത്ത് ചമ്മി നാറി കുരുവികൾ തിരിച്ചു വന്നു. സിക്സ് സിഗ്ലർ ഈ സംഭവം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് നമ്മളോട് പറയുവാണ്, നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെ ചൊറിയാൻ ഒരുപാട് കുരുവികൾ വരും. നമ്മൾ നേരത്തെ ഹോക്ക് ചെയ്തതുപോലെ അവരോട് തിരിച്ചു ചൊറിയാനും അവരോട് ചെന്ന് മത്സരിക്കാനും ഒരുമ്പെടാതെ നമ്മളുടെ ലക്ഷ്യം, നമ്മളുടെ വിഷൻ സൂര്യൻ, അതിനെ നോക്കി പറഞ്ഞാൽ അവർ താനേ മടുത്തോളും എന്ന് പറയുന്നുണ്ട്. ഏറ്റവും അവസാനത്തെ അധ്യായം പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നും. സ്പീക്കർ സോൾസ് ബുക്ക് എന്ന മനോഹരമായ ഒരു പുസ്തകത്തിലെ ഒരു അധ്യായം അദ്ദേഹം നമ്മളുമായി പങ്കുവയ്ക്കുന്നു. ഗ്ലെൻ വാൻ എക്കറൻ EKEREN എഴുതിയ പുസ്തകം. എക്കറൻ വളരെ വിഖ്യാതമായ പുസ്തകമാണ് സ്പീക്കർ സോൾസ് ബുക്ക്. അതിലൊരു ഭാഗം പറഞ്ഞിട്ടാണ് അദ്ദേഹം തൻ്റെ പുസ്തകം അവസാനിപ്പിക്കുന്നത്. കൻസാസ് സിറ്റിയിലൂടെ ഒരു വാഹനം ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്നു. രണ്ട് ദിവസത്തെ ഷിഫ്റ്റ് ഡ്യൂട്ടി നോക്കുന്ന ഒരു ബസ് ഡ്രൈവറാണ്. 2 ദിവസത്തെ ഡ്യൂട്ടി ഉണ്ട്, നല്ല ക്ഷീണമുണ്ട്. പെട്ടെന്ന് ഈ ബസ്സിനകത്തിരുന്ന ഒരു ചെറുപ്പക്കാരി ഏതോ ഒരു വിഷയം അവരെ അപ്സെറ്റാക്കി. ആ ബസ്സിനകത്ത് ഉള്ള സഹയാത്രികരോടും എല്ലാ പേരോടും പുറത്തു പറയാൻ വയ്യാത്ത വാക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ബസ് ഡ്രൈവർ റിയർ വ്യൂ മിററിലൂടെ, സീറ്റിന്റെ സമീപത്തുള്ള കണ്ണാടിയിലൂടെ ഈ സ്ത്രീയുടെ പെരുമാറ്റവും ചീത്തവിളിയും ബഹളങ്ങളും എല്ലാം കണ്ടുകൊണ്ടിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ ബസ്സിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് കഴിഞ്ഞപ്പോൾ ഈ ഡ്രൈവർ ആ സ്ത്രീയെ നോക്കി പറഞ്ഞു, മാഡം, ഐ ബിലീവ് യു ആർ ലീവിങ് സംതിങ് ബിഹൈൻഡ്. മാഡം, നിങ്ങൾ എന്തോ ഇവിടെ വച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ ആ സ്ത്രീ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, നോ, ഐ ഡിഡ് നോട്ട് ലീവ് എനിത്തിങ് ഇൻ ദ ബസ്. ഞാൻ ഒന്നും ഇവിടെ വച്ചിട്ട് പോകുന്നില്ല. 2 ദിവസത്തെ ദീർഘമായ ഡ്യൂട്ടി ചെയ്ത് ക്ഷീണിച്ച ഡ്രൈവർ ആ സ്ത്രീയോട് പറഞ്ഞു, യെസ്, യു ആർ ലീവിങ് സംതിങ് ബിഹൈൻഡ്. സ്ത്രീ ചോദിച്ചു, വാട്ട് ഈസ് ദാറ്റ്? എ വെരി ബാഡ് ഇംപ്രഷൻ. ഈ സംഭവം പറഞ്ഞതിന് ശേഷം അദ്ദേഹം നമ്മളോട് താണു വീണ് അപേക്ഷിക്കുന്നു, ഒരു ദിവസം പലരുമായിട്ടും നമ്മൾ പരിചയപ്പെടും, സംസാരിക്കും, കണ്ടുമുട്ടും, ഒത്തിരി നേരം.
ഓൾവേസ് ലീവ് എ ഗുഡ് ഇംപ്രഷൻ. ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നല്ലൊരു ഗുഡ് ഇംപ്രഷൻ കിട്ടും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിടാം. പുസ്തകത്തിൻ്റെ പേരൊരിക്കൽ കൂടി, ഹാപ്പിനെസ് ടു ലീവ് ബൈ, റിട്ടൺ ബൈ സിഗ് സിഗ്ലർ. ആരെങ്കിലും ഈ പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. എനിക്കിഷ്ടപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായങ്ങളൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. കാരണം നിങ്ങൾ പുസ്തകം വാങ്ങുമ്പോൾ അതിൻ്റെ ക്രീം സ്വന്തമായിട്ട് തന്നെ ആസ്വദിക്കേണ്ടതുള്ളത് കൊണ്ട് ചില കറികൾ മാത്രമാണ് വിളമ്പിയിട്ടുള്ളത്. പ്രഥമനും അവിയലും സാമ്പാറും ഒക്കെ നേരിട്ട് വാങ്ങി വായിച്ചാലും. എനിത്തിങ് ടു ആഡ്? ഞാൻ എല്ലാവരെയും അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പോയിന്റുകൾ പറയാം, കൂട്ടിച്ചേർക്കാം. ഈ പുസ്തകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, വാട്ട് വി ഡു ഇൻ ദ മീൻ വൈൽ ടൈം. എനിത്തിങ് ടു കമന്റ്? ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ സിഗ് സിഗ്ലറുടെ മറ്റ് ലേഖനങ്ങൾ? ഗൂഗിൾ ഒക്കെ സെർച്ച് ചെയ്യുന്നവർക്ക് പ്രിയപ്പെട്ടവനാണ് സിഗ് സിഗ്ലർ. വളരെ ക്രിസ്പിയായി ആശയങ്ങൾ പറഞ്ഞു പോകുന്ന ഒരു മനുഷ്യനാണ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഓരോ അധ്യായത്തിൻ്റെ തുടക്കത്തിലും അവസാനവും വളരെ മോട്ടിവേറ്റ് ചെയ്യുന്ന വാക്യങ്ങൾ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനതൊന്നും പറഞ്ഞിട്ടില്ല, കാരണം അത് നേരിട്ടുള്ള വായനയിൽ ആസ്വദിക്കും. ഓരോ അധ്യായത്തിൻ്റെ തുടക്കത്തിലും അവസാനവും കൊട്ടേഷൻസ് ഉണ്ട്. എനിത്തിങ് ടു സേ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെന്റൻസ്, an excuse is a refusal to accept a responsibility. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും എല്ലാത്തിനും നമ്മൾ എക്സ്ക്യൂസ് പറയുന്ന ഒരു വളരെ കോമൺ ആണ്. നമ്മൾ ഡീറ്റെയിൽ പലപ്പോഴും നമ്മൾ റെസ്പോൺസിബിൾ എടുക്കാനുള്ള ഒരു മടിയാണ് ഈ എക്സ്ക്യൂസ് എന്ന് പറയുന്നത്. ആ ഒരു ഹാബിറ്റ് അതിന് പറഞ്ഞ അതെ, ആ കഥ നല്ല രസമല്ലേ? അതായത് പിന്നെ എന്താണ്, പുൽത്തകടി ചെത്തി മിനുക്കുന്ന സാധനം ഒന്ന് എടുത്തോട്ടോ, മൺവെട്ടി എടുത്തോട്ടോ എന്ന് ചോദിക്കും. പറയുന്നത് ഇന്ന് ലോസ് ആഞ്ചലസിൽ നിന്ന് ഇങ്ങോട്ടുള്ള പ്ലെയിനുകളൊക്കെ ക്യാൻസൽ ചെയ്തു. അത് നമ്മൾ വന്ന് എനിക്ക് വേറൊരു എക്സ്ക്യൂസും കിട്ടില്ല, ഇതാണ് എനിക്ക് ഓർമ്മ. എനിക്ക് തരാൻ താല്പര്യമില്ല, സോ ഇതൊരു എക്സ്ക്യൂസ് ആയിട്ട് ഇരിക്കണ്ടേ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സാർ പറഞ്ഞ കറക്റ്റാ. നമുക്ക് എക്സ്ക്യൂസ്, എയ്തർ വി ഹാവ് റിസൾട്ട്സ് ഓർ വി ഹാവ് എക്സ്ക്യൂസസ് എന്നൊരു പഴഞ്ചൊല്ല്. Good. Really thank you sir. Thank you. Yeah, really good. ഈ ഓരോ അധ്യായത്തിന്റെ തുടക്കത്തിലും ഒടുക്കത്തിലും കൊട്ടേഷൻസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരിടത്ത് അദ്ദേഹം പറയുന്ന ഒരു വാക്യം ഓർത്തത് ഇങ്ങനെയാണ്, ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ നമ്മൾ ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ഒന്നും ഉണ്ടായിരിക്കില്ല. സിഗ് സിഗ്ലർ അതിനെ ഈ എക്സ്ക്യൂസ് ജോൺ ബേബി സാർ പറഞ്ഞുകൊണ്ട് പറയുവാണ്. എക്സ്ക്യൂസിനെ അദ്ദേഹം അവതരിപ്പിക്കുന്നതാണ്. ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ ഞാൻ കേട്ടതാണ്, ഇങ്ങനെയൊന്നും ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ ഉണ്ടായിരിക്കുമെന്ന് അറിയത്തില്ല. എക്സ്ക്യൂസിനെ ഒന്ന് നമുക്ക് എക്സ്ക്യൂസ് പറയല്ലേ, ഉത്തരവാദിത്വം ഏറ്റെടുക്കൂ എന്ന് ഉപദേശിക്കുമ്പോൾ പറയുവാണ്. ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ ഞാൻ വിളിച്ചപ്പോൾ ഇങ്ങനെയാണ് കേട്ടത്, നിങ്ങൾ ഒരു ഓർഡർ പ്ലേസ് ചെയ്യാനാണ് വിളിച്ചതെങ്കിൽ, ഇഫ് യു ആർ കോളിംഗ് ടു പ്ലേസ് ആൻ ഓർഡർ പ്രസ് 5. ഒരു സാധനം ഓർഡർ ചെയ്യാനാണെങ്കിൽ 5 അമർത്തും. ഇഫ് യു ആർ കോളിംഗ് ടു രജിസ്റ്റർ എ കംപ്ലൈന്റ്, ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാനാണ് വിളിക്കുന്നതെങ്കിൽ പ്രസ് 6 4 5 9 8 3 4 8 2 2 9 5 3 2 4 5 7 8 1 3 5 7. ഹാവ് എ ഗുഡ് ഡേ. സൂപ്പറാണ്. ഒരു ഓർഡർ പ്ലേസ് ചെയ്യണമെങ്കിൽ 5 അമർത്തു, ഓർഡർ ഇപ്പോൾ വരും. പരാതി പറയാനാണെങ്കിൽ 6 4 5 9 8 3 3 കുറേ നമ്പറുകൾ അത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഹാവ് എ ഗുഡ് ഡേ, അതാണ് ഏറ്റവും പരിഹാസം. നല്ല ദിവസം ആശംസിക്കുന്നു. എന്തൊരു സുഖം, മനോഹരമല്ലേ സാർ? ഓർഡർ പ്ലേസ് ചെയ്യണോ 5 അമർത്തു. പരാതി പറയാനാണെങ്കിൽ ശരിയല്ലേ സാർ, നമ്മൾ ഈ സൊമാറ്റോയിൽ നിന്നും സ്വിഗ്ഗിയിൽ നിന്നും ഒക്കെ ആഹാരം വാങ്ങിച്ചതിന് ശേഷം
തുറന്നു നോക്കുമ്പോൾ പീസ് ചെറുത് കണ്ടിട്ടുണ്ടോ? പിന്നെ നമ്മൾ താഴെ GNPC ഗ്ലാസ്സിൽ എന്ന് പറയും, പ്ലേറ്റിലെ കറിയിൽ അവരും പരാതി എഴുതും. അവിടെ താഴെ വേറൊരു 150 പേര് ചീത്ത വിളി. ഒരു 1.5-2 മണിക്കൂർ നമ്മൾ അതിനു വേണ്ടി ചെലവഴിക്കും. ശരിയല്ലേ? ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. നമ്മൾ അവിടെ ഇന്ന് വാങ്ങണ്ട, മറ്റൊരിടത്ത് നിന്ന് ഓർഡർ പ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ ഒന്നും എല്ലാം മറന്നാലും ഇത് ഓർത്ത് വയ്ക്കൂ. ഓർഡർ വേണമെങ്കിൽ 5 അമർത്തും. പരാതി പറയാണ്. നമ്മൾ വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് കേട്ടോ, ഭർത്താവും ഭാര്യയും തമ്മിൽ കാര്യം നടക്കണമെങ്കിൽ 5 അമർത്തും. ഇതില്ല, നമ്മൾ 5, 6, 7, 8, 9, 10, 12, 11, 1, 2, 3, 4, 5. എന്നിട്ട് നമ്മൾ പറയും ഹാവ് എ ഗുഡ് ഡേ. ഓക്കെ, താങ്ക് യു ദവി സാർ. യെസ് അല്ലാൽ സാർ. അബദ്ധധാരണയിൽ അരമണിക്കൂർ കൃത്യമായി താമസിച്ചതിന് അതിമക്ഷമ ചോദിക്കുന്നു. ഇന്ന് പരിചയപ്പെടുത്തിയ സിക്സാഡിന് വളരെ മനോഹരമായി പ്രസന്റ് ചെയ്തതിന് നന്ദിയും കൂടെ പറയുകയാണ്. താങ്ക് യു സർ. ഏറ്റവും ഒരുപാട് കാര്യങ്ങളുണ്ട്, എന്നാൽ ഏറ്റവും ആകർഷണീയമായി തോന്നിയത് എനിബഡി ഹൂ ഈസ് സംബഡി ടു എനിബഡി ഈസ് സംബഡി എന്നുള്ളതാണ്. മുമ്പ് ഈ പത്രങ്ങളില് അജ്ഞാതൻ വണ്ടിയിടിച്ചു മരണപ്പെട്ടു എന്നുള്ള വാർത്ത വന്നപ്പോൾ ഒരു മിനിക്കഥയാവാമോ മറ്റോന്ന് അറിയില്ല, എവിടെ വായിച്ചൊരോർമ്മ. നിങ്ങൾക്ക് അജ്ഞാതനായിട്ടുള്ള മനുഷ്യൻ മറ്റൊരാൾക്ക് ജ്ഞാതനായിരിക്കും. ആ ഒരു സെന്റൻസ് ആണ് ഓർമ്മ വന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ എത്ര സോഫിയ ഉണ്ടെന്നുള്ളതാണ് ആലോചിച്ചത്. തീർച്ചയായിട്ടും ഈ സ്കാർലറ്റ് ലെറ്റർ എന്നുള്ളത് മുമ്പൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിലും പിന്നില്ല ഇങ്ങനൊരു കഥ ഇപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും വളരെ മനോഹരമായിരുന്നു. ഇനിയും നല്ല വാക്കുകൾക്ക് ചെവിയോർത്തുകൊണ്ട് നന്ദി. താങ്ക് യു സാർ. അല്ലാൽ സാർ പറഞ്ഞുകൊണ്ടാണ് ഈ അജ്ഞാതനെ കുറിച്ച് പറഞ്ഞത്. ഞാൻ പിന്നെ നമ്മുടെ എഴുത്തുകാരൻ്റെ പേര് മറന്നുപോയി, ആരെങ്കിലും ഓർമ്മ വരികയാണെങ്കിൽ പറയണം. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു നല്ലൊരു മീശയൊക്കെ ഉള്ള, നല്ല വെളുത്ത മീശയുള്ള എഴുത്തുകാരനാണ്, പേര് വരുന്നില്ല. ഇതേ പറഞ്ഞാണ് ഒരു കള്ളൻ ഏതോ വീട്ടിലെ സ്നേഹസമ്പന്നനായ ഭർത്താവാണ്. കള്ളൻ നമുക്കാണ് കള്ളൻ, ശരിയല്ലേ? പക്ഷെ ഏതോ ഒരു വീട്ടിൽ ആ കള്ളനെക്കാത്ത് മക്കൾ ഇരിപ്പുണ്ട്. പേര് ഓർമ്മ വരികയാണെങ്കിൽ നമ്മൾ ഹബിൽ പോസ്റ്റ് ചെയ്യാം. ഞാൻ നമ്മുടെ ഡോക്ടർ നിജോയുടെ പുസ്തകം പ്രകാശിപ്പിച്ച എഴുത്തുകാരൻ വന്നിരുന്നു. അപ്പോൾ വിട്ടു. ഇപ്പോൾ ഒരു വിവാദമൊക്കെ വന്നു, അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഒക്കെ വിവാദമൊക്കെ വന്ന സമയത്ത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ സ്വരാജിനെതിരെയൊക്കെ പറഞ്ഞ ഒരു സാഹിത്യകാരനാണ്. പേര് ഓർമ്മ വരുന്നുണ്ടോ? ഒരു മീശയൊക്കെയുള്ള, കട്ടി മീശയുള്ള അധ്യാപകനാണ്. അപ്പോട്ടെ, അദ്ദേഹം പറഞ്ഞാണ് ഒരു കള്ളൻ ഏതോ വീട്ടിലെ സ്നേഹസമ്പന്നനായ ഭർത്താവാണ്. അതാണ് അല്ലാൽ സാർ പറഞ്ഞ ഇതുമായിട്ട് ചേർത്ത് വയ്ക്കാം, ശരിയല്ലേ? നമുക്കാണ് കള്ളൻ, ബട്ട് ഹീ ഈസ് സംബഡി ടു സംബഡി. ഒരു മക്കൾ കാത്തിരിക്കും, ഇന്ന് അച്ഛൻ എന്ത് കൊണ്ടുവരുമോ, ഇന്ന് ഓണം വരുന്നു, സദ്യ ഉണ്ടോ, കേക്ക് കൊണ്ടുവരുമോ. അവരൊരിക്കലും കള്ള എന്നായിരിക്കില്ല വിളിക്കും, അച്ഛ എന്നേ വിളിക്കും. മോഷ്ടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ആ വീട്ടിൽ ശരിയല്ലേ, ചേട്ടാ ചോറെടുക്കുക, കഞ്ഞി എടുക്കട്ടെ എന്നായിരിക്കും ചോദിക്കും. ഞാനൊരു ദിവസം വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ഒരു രംഗം ഓർക്കുകയാണ്. നെയ്യാറ്റിൻകരയിലെ ബസ് സ്റ്റാൻഡ് അടുത്ത് ആ ഷോപ്പിംഗ് കോംപ്ലക്സൊക്കെ പോയി, ഇപ്പോൾ അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്, പണ്ടത്തെ കടകളൊക്കെ പോയി. ഒരു കടയിൽ വന്ന് ഒരു സ്ത്രീ ഒന്ന് സാധനമൊക്കെ വന്നു. അവിടെ ഒരു പത്രമൊക്കെ വിൽക്കുന്ന ഒരു സ്റ്റേഷനറി കടയാണ്. ആ സ്ത്രീ വന്ന് നിന്നപ്പോഴൊക്കെ ഓട്ടോറിക്ഷ ഡ്രൈവറൊക്കെ വന്ന് നിന്ന് വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു കേട്ടോ. എല്ലാവരും ഈ സ്ത്രീയെ നോക്കി കമൻ്റൊക്കെ പറയുന്നു, അടി ഇന്നലെ എവിടെയായിരുന്നു, ഒരു പോളാ എന്നൊക്കെ പറഞ്ഞ് അവർ പറയുന്നു. സ്വതസിദ്ധമായ രീതിയിൽ അവർ പ്രതികരിക്കുന്നു. അവിടെ വന്ന പുരുഷന്മാരൊക്കെ ഇവരെങ്ങനെ കണ്ണുകൊണ്ട് ഒഴിഞ്ഞെടുക്കുവാണ്. രാത്രി ശരീരമൊക്കെ പങ്കുവെച്ച് കിട്ടിയ കാശ് കൊണ്ട് ഈ കടയിൽ വന്ന് നിൽക്കുവാണ്.
കുറച്ച് കഴിഞ്ഞപ്പോൾ അവരിങ്ങനെ ഈ സാരിയുടെ അവിടെ നിന്ന് ഒരു 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 പേഴ്സ് പോലത്തെ ഒരു ഇത് സഞ്ചി എടുത്ത് കുറച്ച് ഒരു ആ കടയിൽ കൊടുത്തിട്ട് വാങ്ങിയ കാര്യങ്ങൾ ഞാൻ കണ്ടു. നോട്ട്ബുക്ക്, പെൻസില്, കട്ടറ്, റബ്ബർ. അവർ ചോദിച്ചു, മണമുള്ള റബ്ബർ കിട്ടുമോ? മണമുള്ള ഒരു ഇതല്ല, മണമുള്ള റബ്ബറേ. വീട്ടിലേതോ മോളോ മോനോ കാത്തിരിപ്പുണ്ടവരെ. പക്ഷെ അവിടെ കണ്ടു നിന്നവർക്കൊന്നും അതൊരു അമ്മയായിരുന്നില്ല. അപ്പോൾ ഈ C2 അല്ലെങ്കിൽ ഫാറ്റ് ഫ്രീ എന്ന് പറയുന്ന ശീലം അങ്ങ് ഒഴിവാക്കുക. അല്ലെങ്കിൽ നമ്മൾ തൊഴിലിൻ്റെ പേരിൽ തേങ്ങ വെട്ടുകാരൻ വന്നില്ലേന്ന് നമ്മുടെ വീട്ടിൽ സഹായിക്കുന്ന, വീട്ടു ജോലിയിൽ സഹായിക്കുന്ന വേലക്കാരി എന്ന ടേം ചെയ്ത് വിളിക്കുന്നുണ്ടോ എന്നൊന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. വീട്ടിൽ സഹായിക്കാൻ വരുന്ന നമ്മൾ ഇന്ന് വേലക്കാരി വന്നില്ലേടി എന്ന് ഭാര്യയോട് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഈ C2 എന്ന് വിളിക്കാത്തത് കൊണ്ടായിരിക്കും എൻ്റെ വീട്ടിൽ അമ്മയെ നോക്കാൻ ഒരു വ്യക്തി വന്ന് നിൽക്കുക. 12-13 വർഷം അവരാണ് വന്നത്. അപ്പോൾ അവർ പറഞ്ഞു, സാറ് വേണ്ട എന്ന് പറയുമ്പോഴേ ഞാനിവിടെ നിർത്തിപ്പോവും. നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിൽ നിന്ന് എൻ്റെ വീട്ടിൽ വരുന്നവരെ ഒരു ദിവസവും 10-15 ക്യാൻവാസിങ് ഉണ്ടാവും. സാവിത്രി, അവിടെ നിന്ന് എത്ര ശമ്പളം കിട്ടും? ഒരു ശമ്പളം, അയ്യോ അത്രയും കിട്ടുന്നുള്ള, നീ വാ, ഒന്നും അറിയണ്ട, ഒന്നും ചെയ്യണ്ട, അവിടുത്തെ അമ്മയെ പോലെയൊന്നും അല്ല, ഇവിടെ ഒരു കുഴപ്പമില്ല. അപ്പോൾ എല്ലാ വൃത്തിയായിട്ട് മനസ്സിലാവും. നിനക്ക് 35,000 രൂപ തരാം. അപ്പോൾ ഇപ്പോൾ വന്ന് പറയും, സാറേ എനിക്ക് മറ്റേ ഗൾഫിലുള്ളവർ ഇത്രയും ഓഫർ ചെയ്തു. നമ്മൾ ചേച്ചി പോണ ചുമ്മാരി സാറേ. ചിലപ്പോഴൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോഴേ ശമ്പളം കൊടുക്കുമ്പോൾ ഇത്തിരി കൂട്ടി കൊടുക്കുമ്പോൾ അവർ പറയും, സാറേ ഞാനന്ന് ഞായറാഴ്ച ഇത്തിരി താമസിച്ച് പോയിട്ടുള്ള ശമ്പളം തിരിച്ചു വാങ്ങിച്ചില്ലെങ്കിൽ ഞാൻ വരില്ല. ഇങ്ങനെ സ്നേഹിക്കാൻ കാരണം ഒരു ചേച്ചി എന്ന പദം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പുത്രിയോടും തീർച്ചയായിട്ടും അങ്ങനെ പറയാവൂ എന്ന് ഉപദേശിച്ചിട്ടുണ്ട്. സാവിത്രി അമ്മ എന്നേ പറയാവൂ എന്ന് ഉപദേശിച്ചിട്ടുണ്ട്, മുന്നറിയിപ്പ് നൽകി. അപ്പോൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. തേങ്ങ വെട്ടുകാരൻ ഇന്ന് വേലക്കാരി വരൂലടി ആളെ ഇന്ന് വൈഫിനോട് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ 6 സിഗ്നർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ചേഞ്ച് ദാറ്റ്. ചന്ദ്രാണ്ണൻ തേങ്ങ വെട്ടുന്ന ആളാണ്. ചന്ദ്രാണ്ണൻ നമ്മൾ ഓഫീസിൽ പോകുമ്പോൾ സെക്യൂരിറ്റി ഗാർഡ് കാണുമല്ലോ. സെക്യൂരിറ്റി ഗാർഡൊന്നും ഇവിടെ ഇല്ലേ? അങ്ങനെയായിരിക്കും തികട്ടി വരുന്നത്. ആ ശീലം മാറ്റിയിട്ട് പേര് ചോദിക്കൂ, സഹദേവണ്ണൻ ഇന്ന് വന്നിട്ടില്ലേ എന്ന് ചോദിച്ചു നോക്കിയാൽ നേരത്തെ ഉള്ള ഒരു ഇതുണ്ടല്ലോ, നമ്മൾ നല്ലൊരു ഇംപ്രഷൻ അവശേഷിപ്പിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. നീ എന്തെങ്കിലും പറയാനുണ്ടോ? ഓ യെസ്. പറഞ്ഞപ്പോൾ ഈ അവസാനിപ്പിച്ച അതേ വാക്യമാണ് വളരെ ബുദ്ധിമുട്ടായിട്ട് വന്നത്. ഓൾവേസ് ലീവ് എ ഗുഡ് ഇംപ്രഷൻ. ഓൾവേസ് ലീവ് എ ഗുഡ് ഇംപ്രഷൻ. എളുപ്പമുള്ളൊരു കാര്യമല്ല. ചെയ്യണമെന്നുണ്ടെങ്കിൽ വാസ്തവത്തിൽ ഓരോ കാര്യങ്ങളിലും പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. ഇന്ന് ഇത് കേട്ടപ്പോൾ അതിനൊരു 5 മിനിറ്റ് മുമ്പ് ഇറങ്ങിപ്പോണമെന്ന് എനിക്ക് തോന്നി തുടങ്ങിയിരുന്നു. അത് പക്ഷെ വളരെ വിലപ്പെട്ട ഒരു വാക്യം മിസ് ചെയ്യുമായിരുന്നു. എനിക്ക് പറയാൻ തോന്നി നന്നായി. ഇപ്പൊ നമ്മളിപ്പോൾ കഴിഞ്ഞു 9:45, നമ്മളിപ്പോൾ അത്താഴം കഴിക്കാൻ പോവുകയാണ്. നമ്മൾ കുടുംബാംഗങ്ങളെല്ലാം കൂടി ഇരുന്ന് അത്താഴം കഴിക്കുന്നു. ലീവ് എ ഗുഡ് ഇംപ്രഷൻ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇന്ന് കഞ്ഞി കുടിച്ചോണ്ടെങ്കിൽ ഒരു പൊരിഞ്ഞ അടി ഉണ്ടാക്കിയിട്ടായിരിക്കും കൈ കഴുകാൻ പോകുന്നത്. ആ ബസ്സിൽ നിന്നും പെണ്ണും പിള്ള ഇറങ്ങി പോയതുപോലെ ആയിരിക്കും നമ്മളിതാ അവസാനിപ്പിക്കുന്നത്. ആലോചിക്കുക, ലീവ് എ ഗുഡ് ഇംപ്രഷൻ. നാളെ അത്താഴം കഴിക്കാൻ ഒരുമിച്ച് കൂടുമ്പോൾ ലീവ് എ ഗുഡ് ഇംപ്രഷൻ. ബസ്സിൽ യാത്ര ചെയ്യുന്നു, വൈറ്റില മുതൽ നമ്മൾ പാലാരി വട്ടം വരെ പോകുന്നു, ലീവ് എ ഗുഡ് ഇംപ്രഷൻ. നമ്മൾ അങ്ങനെ ഇറങ്ങിപ്പോയാൽ അടുത്ത ദിവസം കണ്ടക്ടർ ചോദിക്കും നമ്മളോട്, സാറേ ഇന്നലെ കണ്ടില്ല, എന്ത് പറ്റി? നമ്മൾ അവശേഷിപ്പിച്ചിട്ട് പോയ ഇംപ്രഷനാണ്. അങ്ങനെ ആഹാരം കഴിക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു ഭർത്താവാണെങ്കിൽ ഭാര്യ കാത്തിരിക്കും അങ്ങനെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ. അല്ല എങ്കിൽ ആഹാരം കഴിക്കാൻ പ്ലേറ്റ് എടുക്കുമ്പോഴേക്കും ഭാര്യ മനസ്സിലാക്കി, ദൈവമേ ഇന്നെന്തൊരു പാടോ. പോൾ സാർ പറഞ്ഞതും വീണ്ടും നമുക്ക് മനനം ചെയ്യാനൊരു അവസരം. ഓൾവേസ് ലീവ് എ ഗുഡ് ഇംപ്രഷൻ. ചില മീറ്റിങ്ങിനൊക്കെ, ഇപ്പം നാളെ ഞായറാഴ്ചയാണ്, നിങ്ങൾ അമ്പല കമ്മിറ്റിയിലോ പള്ളി കമ്മിറ്റിയിലോ ഒക്കെ പോകുന്നുണ്ടായിരിക്കും.
പോയിട്ട് ഇറങ്ങി വരുമ്പോൾ അച്ഛനും തലവേദന, പള്ളി കമ്മിറ്റി പ്രസിഡന്റിനും തലവേദന, അമ്പല കമ്മിറ്റി പ്രസിഡന്റ് തലവേദന. ഓൾവേസ് ലീവ് എ ഗുഡ് ഇംപ്രഷൻ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നന്ദി. ഇങ്ങനെ ഒരുപാട് മാലാഖമാർ ഒരുമിച്ച് കൂടുന്നത് കൊണ്ടാണ്. ആരെയും പറയാൻ വന്നതാണോ? ഇല്ല. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നന്ദി. മറ്റൊരു പുസ്തകം, 17ാമത്തെ പുസ്തകം എന്താണ്, വളരെ പെട്ടെന്ന് നമുക്ക് ഒരുമിച്ച് കൂടാം. അത് വളരെ രസകരമായൊരു വിഷയമാണ്. കുറച്ച് നേരം നീണ്ടുപോയെന്നിരിക്കും. രസകരമായ വിഷയമാണ്. വളരെ വളരെ നിസ്സാരമായ വിഷയത്തെ ഒരാൾ വളരെ ആഴത്തിൽ പഠിച്ച് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ രസമായിട്ട് നമുക്കത് ചർച്ച ചെയ്യാം. ഇപ്പോഴേ ഇൻവിറ്റേഷൻ. നാളെ 3 മണിക്ക് ഫ്രീ ആണെങ്കിൽ തീർച്ചയായിട്ടും വരണം. ബന്ധങ്ങളെക്കുറിച്ചും നല്ല ഓർമ്മകളെക്കുറിച്ചുമൊക്കെ ഗോപിനാഥ് മുതുകാട് നമ്മളുമായി സംസാരിക്കും. വെറുതെ ഒന്ന് ഒത്തുകൂടുന്നതാണെന്ന് കരുതിയാൽ മതി. ക്ലാസ് ആയിട്ടോ ട്രെയിനിങ് ആയിട്ടോ ഒന്നും ദയവ് ചെയ്ത് കാണരുത്. നമുക്കിങ്ങനെ ഒരുമിച്ച് കാണുന്നത് തന്നെ ഒരു രസമാണല്ലോ. നമുക്കൊരു ഒരുമിച്ച് കൂടാനുള്ളൊരു അവസരമായിട്ട് കണ്ടാൽ മതി. താങ്ക് യു സോ മച്ച്. സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ഹബിൻ്റെ എല്ലാ മാലാഖമാർക്കും ഒരുമിച്ച് കൂട്ടിയ ജോയൽ ദൈവത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഒപ്പം നമ്മുടെ പ്രാർത്ഥനയും ഒക്കെ ഒരുക്കിയ മഞ്ജു മേഡത്തിന് നന്ദി. ആദ്യമായിട്ട് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ഹബിലേക്ക് വന്നവരോട് ഒരുപാട് നന്ദിയും കടപ്പാടും. നമ്മുടെ കൂട്ടായ്മയിൽ അംഗമാകണമെങ്കിൽ ദയവായിട്ട് ഒരു വാട്സപ്പ് സന്ദേശം അയക്കും. 9447000285. അടുത്ത സന്ധിക്കും വരെ വണക്കം. ഗുഡ് നൈറ്റ്.